കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ട നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹവന്ദനം. മണ്ണൂർ അസംബ്ലി ക്രമീകരിച്ചിരിക്കുന്ന ഈ കൺവെൻഷനിൽ 2 രാത്രികളിൽ ദൈവജന ശുശ്രൂഷിപ്പാൻ പ്രിയപ്പെട്ടവരെന്നെ ക്ഷണിക്കുകയുണ്ടായി. നിങ്ങളുടെ ക്ഷണത്തിനും സ്നേഹത്തിനും ദൈവം എനിക്ക് നൽകിയ ഈ നല്ല അവസരത്തിനുമൊക്കെയായി നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുകയും പ്രിയപ്പെട്ട നിങ്ങളോടുള്ള എൻ്റെ സ്നേഹം വന്ദനം അറിയിക്കുന്നു. ഈ പ്രസംഗം ഈ ശബ്ദപരിധിക്കുള്ളിൽ പലരും ശ്രദ്ധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇവിടെ ഇരുന്ന് ചുറ്റുപാടുള്ളവർ കേൾക്കുന്നുണ്ടായേക്കാം. മാത്രമല്ല, ഞാൻ ശ്രദ്ധിച്ചു, ഈ മെസ്സേജ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത് പല സ്ഥലങ്ങളിൽ ഒരുപക്ഷെ ചെന്നിരിക്കുക. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടെയാണ് ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നത്. ദൈവം ഈ ദൂതുകൾ എവിടെ ചെന്നാലും അതിന് അനുഗ്രഹത്തിന് കാരണമാകുവാൻ ദൈവം ഇടയാക്കട്ടെ. എന്നെ ക്ഷണിച്ചവർ പറഞ്ഞു, 2 രാത്രികളിൽ യേശുക്രിസ്തുവിന്റെ വരവിനെക്കുറിച്ച് ആനുകാലിക സംഭവത്തോടുള്ള ബന്ധത്തിൽ പ്രസംഗിക്കണം എന്ന് പറയുകയുണ്ടായി. എന്നാൽ അതോടനുബന്ധിച്ച് സുവിശേഷവും വ്യക്തമായി പ്രസംഗിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് അനേക സ്ഥലങ്ങളിൽ ദൈവജനം ശുശ്രൂഷിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ ദൈവജനം ശുശ്രൂഷിക്കുമ്പോൾ എന്നോട് ആവശ്യപ്പെടുന്നതൊക്കെ ഈ വിഷയം എടുക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ലോകത്തിൻ്റെ നാനാകോണുകളിൽ ഇരുന്നു കൊണ്ട് ഈ വിഷയങ്ങൾ അറിയുവാൻ ആളുകൾ ആഗ്രഹിക്കുന്നു. ഇവിടെയും ആ വിധത്തിൽ ആഗ്രഹിക്കുന്ന മനസ്സുകളുണ്ട്. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് ഇവിടെ ഇരുന്നു കൊണ്ട് ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ധ്യാനിക്കുമ്പോൾ ഒരു കാര്യം മറക്കരുത്. ഇസ്രയേൽ ഇപ്പോൾ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചില നാളുകളായി വാർത്താ മാധ്യമങ്ങളിൽ മുന്തി നിൽക്കുന്നത് അവരെക്കുറിച്ചുള്ള വാർത്തകളാണ്. മാത്രമല്ല, നിങ്ങളിൽ ചിലരെങ്കിലും ശ്രദ്ധിച്ചു കാണും, ABC ന്യൂസ് മുതലായ BJPയുടെ ആ മീഡിയകൾ പോലും ഈ വേദപുസ്തകം സത്യമാണ്, ഞാൻ കേട്ടതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ പറയുന്നത് ഇസ്രയേലിനുള്ള ബന്ധത്തിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് അതിലൂടെ പ്രഘോഷിക്കുന്നു. എന്നാൽ അവിടെ എന്നെ ഏറ്റവും ചിന്തിപ്പിച്ച കാര്യം, അവർ ഇങ്ങനെ പറയുകയുണ്ടായി, ഈ പുസ്തകം സത്യവേദ പുസ്തകം, അതിൻ്റെ പേര് സത്യവേദ പുസ്തകം എന്നാണ്, അത് സത്യമായതുകൊണ്ടാണ് അങ്ങനെ പേര് കൊടുത്തിരിക്കുന്നതെന്ന് അവർ പറയുകയുണ്ടായി. ആ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെയാണ് ഇന്ന് നടക്കുന്ന കാര്യങ്ങളെന്ന് ABC ന്യൂസിൽ പറയുന്നത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. ഒരു വിശ്വാസി അല്ലാത്ത വ്യക്തി പോലും ഇത് ചിന്തിക്കുകയും ഇതിനെക്കുറിച്ച് പറയുകയും ഈ സത്യങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ഇന്ന് നടക്കുന്ന യുദ്ധങ്ങൾ വളരെ ശ്രദ്ധേയമായി നമ്മൾ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ വചനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എൻ്റെ മുന്നിലുള്ള സമയം ഒട്ടും നഷ്ടമാക്കാതെ വചനത്തിൽ ആ വിഷയത്തിലുള്ളതും ശ്രദ്ധിച്ച ശേഷം സുവിശേഷവും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. നമുക്ക് പ്രാരംഭമായി യെരമ്യ പ്രവചനത്തിലേക്ക് നമ്മുടെ കണ്ണുകളൊന്ന് ഓടിച്ചിട്ട് നമുക്ക് ഈ വിഷയം ദൈവം തരുന്ന പ്രേരണയ്ക്കനുസരിച്ച് പരിശോധിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്ക് യെരമ്യ പ്രവചനം 31 അധ്യായം നമുക്ക് പ്രാരംഭമായി ഒന്നെടുക്കാം. യെരമ്യ പ്രവചനം 31 അധ്യായം, അതിൻ്റെ 27ഉം 28ഉം വാക്യം ഒന്ന് വായിക്കാം. യെരമ്യാവ് 31 27ഉം 28ഉം വാക്യം. നമുക്ക് ആ വാക്യങ്ങളെ ആസ്പദമാക്കി ഇന്ന് രാത്രി തുടങ്ങി നമുക്ക് ദൈവം അനുവദിച്ചാൽ നാളെ രാത്രിയിലും തുടർന്നും നമുക്ക് പരിശോധിക്കാനായിട്ട് നമുക്ക് നോക്കാം. 27 വാക്യം, ഞാൻ ഇസ്രയേൽ ഗൃഹത്തിലും യഹൂദ ഗൃഹത്തിലും മനുഷ്യരെയും മൃഗങ്ങളുടെയും വിത്ത് വിതയ്ക്കുന്ന കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അന്ന് ഞാൻ പറിപ്പാനും പൊളിപ്പാനും ഇടിപ്പാനും നശിപ്പിപ്പാനും കഷ്ടപ്പെടുത്തുവാനും അവരുടെ മേൽ ജാഗരിച്ചിരുന്നത് പോലെ പണിയുവാനും നടുവാനും അവരുടെ മേൽ ജാഗരിച്ചിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് വളരെ വ്യക്തമായി ഈ വചനത്തെ ആസ്പദമാക്കി ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവം തൻ്റെ ഇടപെടലിൻ്റെ
രണ്ട് വശങ്ങളെക്കുറിച്ച് ഇവിടെ പറയുന്നു. രണ്ട് വശങ്ങളെക്കുറിച്ച് പറയുന്നു. ഒരു കാലത്ത് ദൈവം യഹൂദനെ ഇടിച്ചു കളയുവാൻ, പറിച്ചു കളയുവാൻ, നശിപ്പിക്കുവാൻ ജാഗരിച്ചു. അതുപോലെ അവരെ പണിയുവാനും നടുവാനും ജാഗരിക്കും എന്ന് വായിക്കുകയാണ്. എന്നാൽ ഈ കാലഘട്ടത്തെക്കുറിച്ച് നാം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അതിന്റെ 27-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, ഇസ്രായേൽ ഗൃഹത്തിലും യഹൂദ ഗൃഹത്തിലും മനുഷ്യരെയും മൃഗത്തിന്റെയും വിത്ത് വിതയ്ക്കുന്ന കാലം വരും. ദൈവം ഒരു കാലഘട്ടത്തിന്റെ കണക്ക് ഇവിടെ പറയുന്നുണ്ട്. ചരിത്രത്തിൽ ഒരു പ്രത്യേക കാലഘട്ടം ചൂണ്ടിക്കാണിക്കുന്നു. എൻ്റെ മനസ്സ് ആദ്യം ആ ഭാഗത്തിലേക്ക് കടന്നുപോയി. അതുകൊണ്ട് അത് നമുക്കൊന്ന് ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് കടന്നു പോകാം. യഹൂദന്റെ ചരിത്രം അറിയാവുന്നവർക്കറിയാം. ഇസ്രയേലിൽ യഹൂദന്മാരില്ലാതെയായി. എംപറർ ഹേഡ്രിയൻ എന്ന് പറയുന്ന വ്യക്തി AD ഏതാണ്ട് 132 റോമൻ ഭരണകർത്താവായ എംപറർ ഹേഡ്രിയൻ AD 70 തീത്തോസാണ് സൈന്യാധിപനായി വന്ന് അവരെ ചിതറിച്ചു കളയുന്നത്. യെരുശലേമിനും പ്രാന്തപ്രദേശത്തുള്ളവരെ വാളുകൊണ്ട് വെട്ടിവീഴ്ത്തി യഹൂദന്മാരെ ചിതറിച്ചു. തീത്തോസ് എന്ന 13 ലക്ഷം യഹൂദന്മാരെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു. എന്നാൽ ഇസ്രയേലിന്റെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ ജനങ്ങൾ പാർക്കുന്നുണ്ട്, യഹൂദന്മാർ അവിടെയുണ്ട്. എന്നാൽ AD 132 ആയപ്പോൾ യഹൂദന്മാര് ഈ റോമൻ ഭരണകർത്താക്കളോട് എതിർത്ത് നിന്നതിന്റെ ഫലമായി എംപറർ ഹേഡ്രിയൻ 132, 135 3 വർഷം ഈ റോമാക്കാരെ അകറ്റി നിർത്തുവാൻ യഹൂദന് കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞതിന്റെ ഫലമായി എംപറർ ഹേഡ്രിയൻ വന്നവരെ പരാജയപ്പെടുത്തുക മാത്രമല്ല, ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ജീവൻ ആർക്കെങ്കിലും വേണമെങ്കിൽ, യഹൂദൻ എന്ന് പേരുള്ളവന് ജീവൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഓടിപ്പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ യഹൂദന്മാർ ആ പ്രദേശത്ത് നിന്ന് നാടുവിട്ട് ഓടുകയാണ്. അവിടെ നിന്ന് പ്രാണരക്ഷാർത്ഥം സകല യഹൂദന്മാരും അവിടെ നിന്ന് പോയി. അവിടെ പിന്നെ യഹൂദന്മാരില്ലാത്ത ദേശമായി. നമ്മൾ ഓർക്കണം, ദൈവം തിരുവചനത്തിൽ പറഞ്ഞു, ദൈവം അവരെ പറിച്ചു കളയുവാൻ, പറിച്ചു കളയുക, ഒരു ജനതയെ മുഴുവൻ പറിച്ചു കളയുവാൻ, മുടിച്ചു കളയുവാൻ ജാഗരിച്ചു എന്ന് പറയുമ്പോൾ ആശ്ചര്യമായി അവരെ ആ പ്രദേശത്ത് നിന്ന് പറിച്ചു കളയുവാൻ ദൈവം ജാഗരിച്ചു. മറ്റ് ഭരണകർത്താക്കളിലൂടെ ദൈവം പറഞ്ഞ വാക്കുകളെ ദൈവം നിർവഹിച്ചെടുത്തു. പലസ്തീന്റെ മണ്ണിൽ യഹൂദന്മാരില്ല. 1880-കളിൽ ഇസ്രയേലിനെ പരിശോധിച്ചാൽ 10,000 യഹൂദന്മാർ ഇസ്രയേലിന്റെ മണ്ണിൽ മൊത്തം പരിശോധിച്ചാൽ ഇല്ല. ഉള്ളവർ തന്നെ വൃദ്ധന്മാരും ബലഹീനരും ആശയറ്റവരും അവഗണിക്കപ്പെട്ടവരുമായ ഒരു കൂട്ടം ആളുകൾ. അവർക്ക് ഒരു വിലയുമില്ലാതെ കിടന്നു. നമ്മൾ ഓർക്കണം, ആ ഇസ്രയേലിന്റെ മണ്ണിൽ പരിശോധിച്ചാൽ ഒരു 10,000 യഹൂദന്മാരിൽ കൂടുതലില്ല 1880-കളിൽ. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഒരു കാലഘട്ടം പറയുന്നുണ്ട്. ഇവിടെ പറയുന്ന വാക്ക് നോക്കാട്ടെ, ഞാൻ മനുഷ്യരുടെയും മൃഗത്തിന്റെയും വിത്ത് വിതയ്ക്കുന്ന കാലം വരും. ചരിത്രത്തിൽ ഒരു പ്രത്യേക സമയം ദൈവം ചൂണ്ടിക്കാണിക്കുകയാണ്. ഞാൻ അതിന്റെ 30-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 1-2 വാക്യം ഒന്ന് നോക്കട്ടെ. ആദ്യത്തെ 1-ാം വാക്യം തുടങ്ങി, ആ കാലത്ത് ഞാൻ ഇസ്രായേലിന്റെ സകല വംശങ്ങൾക്കും 30-ാം അധ്യായം, ക്ഷമിക്കണേ, 30-ാം അധ്യായം, യെരമ്യാ 30. യഹോവയിൽ നിന്ന് യെരമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന സകല വചനങ്ങളും ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുക. 2500 വർഷം മുമ്പ് ദൈവം ഈ പ്രവാചകനോട് പറയുകയാണ്, നീ ഇത് എഴുതി വെക്കണം ഒരു പുസ്തകത്തിൽ. എന്തിനാണെന്ന് അടുത്ത വാക്യത്തിൽ പറയുന്നു, ഞാൻ ഇസ്രായേലും യഹൂദയുമായ എന്റെ ജനത്തിന്റെ പ്രവാസം മാറ്റുവാനുള്ള കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് അവരെ മടക്കി വരുത്തും, അതിനെ കൈവശമാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. രണ്ടാമത് നമ്മൾ വീണ്ടും വായിക്കുന്നു, അങ്ങനെ ഒരു കാലഘട്ടം വരും. 2500 വർഷം മുമ്പ് യെരമ്യാവിലൂടെ ദൈവം രേഖപ്പെടുത്തി വെക്കുകയാണ്, അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തിലേക്ക് ഞാൻ അവരെ മടക്കി കൊണ്ടുവരുന്നൊരു കാലം വരും. നമ്മള് 31-ാം അധ്യായത്തിലും അതല്ലേ വായിച്ചത്?
അവരുടെ ദേശത്ത് മനുഷ്യരുടെ മൃഗത്തിന്റെ വിത്ത് വിതയ്ക്കുന്ന ഒരു കാലം വരും എന്ന് ദൈവം അരുളി ചെയ്യുകയാണ്. യോവേൽ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ഞാൻ ഈ ഭാഗമൊന്ന് എടുത്തോട്ടെ. ഈ കാലഘട്ടത്തെ കുറിച്ച് ദൈവം സൂചിപ്പിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ജീവിക്കുന്ന ദിവസങ്ങളെ വിലയിരുത്തുവാൻ ഞാനൊന്ന് ആഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ്. യോവേൽ പ്രവചനം 3-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം നോക്കാട്ടെ. ഞാൻ യഹൂദായുടെയും യെരൂശലേമിന്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും കാലത്തിലും. അവിടെയും അവരുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുന്ന ഒരു നാളുകളും കാലങ്ങളും എന്ന് പറയുന്നു. നമ്മൾ വായിച്ച ഈ 3 വേദഭാഗങ്ങളിലും ദൈവം ഒരു കാലഘട്ടം ചൂണ്ടിക്കാണിച്ചു. എ ടൈം ഇൻ ഹിസ്റ്ററി, ചരിത്രത്തിൽ ഒരു കാലഘട്ടം. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, എന്തിനാണ് ഈ ബൈബിളിലെ പ്രവചനങ്ങൾ നമുക്ക് നൽകിയത്? ഈ കാലഘട്ടങ്ങളൊക്കെ ദൈവം എന്തിനു വെളിപ്പെടുത്തി? ദൈവിക കരങ്ങളെ മനസ്സിലാക്കി വളരെ ബുദ്ധിയോടെ ജീവിപ്പാൻ തക്കവണ്ണം നമ്മളെ അനുവദിക്കാൻ ദൈവം ഈ കാര്യങ്ങൾ നമുക്ക് മുമ്പ് കൂട്ടി രേഖപ്പെടുത്തി. ചരിത്രത്തിൽ നമ്മൾ നോക്കുക, യഹൂദനും മടങ്ങി വരിക എന്നുള്ളത് അസാധ്യമാണ്. അവൻ ലോകത്തിന്റെ 4 കോണിൽ ചിതറിക്കപ്പെട്ടു. അവൻ ചിതറി പോകുന്നതിന് 40 വർഷം മുമ്പ് യേശുക്രിസ്തുവിന്റെ മധ്യത്തിൽ നിന്ന് പറഞ്ഞു, നിങ്ങൾ വാളിന്റെ വായ്ത്തലയാൽ വീഴും, സകല ജാതികളിലേക്ക് നിങ്ങൾ ബദ്ധരായി പോകും. അവരൊരു രാജ്യമായി തീരുന്നതിന് മുമ്പ് മോശെ അവരോട് പറഞ്ഞു. നോക്കാട്ടെ, ആവർത്തനം 28, ആവർത്തന പുസ്തകം 28-ാം അധ്യായം നോക്കുക. 28-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാം. ആവർത്തനം 28 രേഖപ്പെടുത്തുന്നത് ഇസ്രായേൽ ഒരു രാഷ്ട്രമായി തീരുന്നതിന് മുമ്പാണ്. അവരെ ഈജിപ്തിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് മോശ കൊണ്ടുവരികയാണ്. അവരൊരു രാജ്യമായി തീർന്നിട്ടില്ല. എന്നാൽ അവർ രാജ്യമായി തീർന്ന ശേഷം 2 പ്രാവശ്യം അവരുടെ രാജ്യം വിട്ടുപോകുമെന്ന് മോശ രേഖപ്പെടുത്തി. നോക്കിക്കാട്ടെ, അതിന്റെ 32-ാം വാക്യം ആദ്യം പറയുന്ന നോക്കുക. നിന്റെ പുത്രന്മാരും പുത്രിമാരും അന്യജാതിക്ക് അടിമകളാകും. ഏക രാഷ്ട്രം, അന്യജാതി. Your sons and daughters will be given to another nation. ഏകവചനമാണ്. ലോകത്തിൽ ആഗോളമല്ല, ഒരു രാജ്യത്തിൽ നിങ്ങൾ ആയിത്തീരും. നമുക്കറിയാം, ക്രിസ്തു വരുന്നതിന് 600 വർഷം മുമ്പ് ബാബേൽ എന്ന് പറയുന്ന സ്ഥലത്തിൽ അവരെ പിടിച്ചുകൊണ്ടുപോയി. ബാബേൽ പ്രവാസം. പ്രിയപ്പെട്ടവരെ, അവരൊരു രാജ്യമാകുന്നതിന് മുമ്പ് മോശെ അത് രേഖപ്പെടുത്തി. അവർ മടങ്ങി വരും. 70 വർഷം കഴിയുമ്പോൾ കോരശ് കൽപ്പന കൊടുത്ത് അവർ മടങ്ങി വരും. മടങ്ങി വന്ന് അവരുടെ രാജ്യം വീണ്ടും പണിയും. വീണ്ടും അവർ അനുസരണക്കേട് കാണിക്കുന്നതിന്റെ ഫലമായി ഇവിടെ നോക്കുക, അതിന്റെ 64-ാം വാക്യം മോശ രണ്ടാമത് പറഞ്ഞു. എന്താ പറഞ്ഞത്? അവിടെ വായിക്കുന്നു, യഹോവ നിന്നെ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സർവ്വജാതികളുടെ ഇടയിൽ ചിതറിക്കും. രണ്ടാമത് പറയുന്ന ചിതറിപ്പോക്കെന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സർവ്വജാതികളുടെ ഇടയിൽ ചിതറിക്കും. ഇത് സംഭവിച്ചത് AD 70-ലും AD 132, 35-ലൊക്കെയാണ്. പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ. ഭൂമിയുടെ ഒരു അറ്റമാണ് ഓസ്ട്രേലിയ. ഞാൻ ഓസ്ട്രേലിയയിൽ കടന്നുപോയപ്പോൾ അത്ഭുതകരമായി എനിക്ക് കാണാൻ കഴിഞ്ഞു, സിഡ്നി മുതലായ സ്ഥലങ്ങളിൽ യഹൂദന്മാർ വന്നു പാർക്കുന്നു. എന്നിന് പറയുന്നു, കേരളം ലോകത്തിന്റെ വേൾഡ് മാപ്പ് എടുത്ത് നോക്കിയാൽ ഒരറ്റമാണ്. കേരളത്തിൽ അവർ വന്നു പാർത്തു. കൊടുങ്ങല്ലൂരും മാളയിലും പറവൂരിലും ചേന്നമംഗലത്തും യഹൂദൻ വന്നു പാർത്തു. റഷ്യയിൽ, മധ്യപൂർവദേശത്തിൽ, ലോകത്തിന്റെ എല്ലാ കോണിലും അവർ ചിതറിപ്പോയി. നമ്മുടെ കർത്താവ് അത് സംഭവിക്കുന്നതിന് 40 വർഷം മുമ്പ് പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചിതറിക്കപ്പെടും. സഹോദരീ സഹോദരന്മാരെ, യഹൂദന്മാർ ചിതറിപ്പോയത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല, ദൈവത്തിന്റെ ശിക്ഷയാണ്. നിന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെന്ന് പറഞ്ഞു. അവരുടെ മക്കളെ കൊന്നൊടുക്കുന്ന ചരിത്രം. ഹിറ്റ്ലർ തന്നെ 15 ലക്ഷം യഹൂദ കുഞ്ഞുങ്ങളെ ഗ്യാസ് ചേമ്പറിൽ കൊന്നൊടുക്കി.
കാരണം അവർ ചോദിച്ചു മേടിച്ചു, നിന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെന്ന് പറഞ്ഞു. 60 ലക്ഷത്തെ ഹിറ്റ്ലർ കൊന്നപ്പോൾ അതിൽ 15 ലക്ഷം യഹൂദ കുഞ്ഞുങ്ങളാണ്. ദൈവം കൃപ കാണിച്ചില്ല. യെരമ്യാ പ്രവചനം 16-ാം അധ്യായം നോക്കാട്ടെ. യെരമ്യാ പ്രവചനം 16-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം നോക്കാട്ടെ. 16-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. വായിച്ചു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ ദേശത്തു നിന്ന് നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും അറിയാത്ത ഒരു ദേശത്തേക്ക് നീക്കിക്കളയും. അവിടെ നിങ്ങൾ രാവും പകലും അന്യദേവന്മാരെ സേവിക്കും. അവിടെ ഞാൻ നിങ്ങൾക്ക് കൃപ കാണിക്കുകയും. അവിടെ ഞാൻ കൃപ കാണിച്ചില്ല. ദൈവം അവരോട് കൃപ കാണിച്ചില്ല. അതുകൊണ്ടാണ് അവര് കൊല്ലപ്പെട്ടത്. അതുകൊണ്ടാണ് അവരെ പീഡിപ്പിച്ചത്. അതുകൊണ്ടാണ് അവർ ലോകത്തിന്റെ ഏത് കോണിൽ പോയോ വളരെ ചുരുക്കം സ്ഥലങ്ങൾ ഒഴിച്ച് അവരെ കൊന്നൊടുക്കുകയായിരുന്നു. എന്നാൽ ഒരു കാലഘട്ടം നമ്മൾ പരിശോധിച്ചു. ഞാൻ അവരുടെ ദേശത്ത് വീണ്ടും മനുഷ്യരുടെയും മൃഗത്തിന്റെയും വിത്ത് വിതയ്ക്കുന്ന കാലം. ഞാനിത് വായിക്കുമ്പോൾ 102-ാം സങ്കീർത്തനം പ്രവചനാത്മാവിൽ രേഖപ്പെടുത്തിയത് ഞാനൊന്ന് വായിക്കാതിരുന്നാൽ തെറ്റാണ്. 102-ാമത്തെ സങ്കീർത്തനം അത് പ്രവചനാത്മാവിൽ അവരോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളാണ്. അതിന്റെ 13-ാമത്തെ വാക്യം നോക്കാട്ടെ. കരുണ കാണിക്കില്ലെന്ന് പറഞ്ഞു. എന്നാൽ 13-ാം വാക്യം നോക്കിയേ. നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അവളോട് കൃപ കാണിപ്പാനുള്ള കാലം, അതെ, അതിന് സമയം വന്നിരിക്കുന്നു. അണ്ടർലൈൻ ചെയ്ത് സൂക്ഷിക്കുക. സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, അവളോട് കൃപ കാണിപ്പാനുള്ള കാലം, അതെ, അതിനുള്ള സമയം വന്നു. ഞാൻ കൃപ കാണിക്കില്ലേ? ഞാൻ യാതൊരു കൃപയും കാണിക്കില്ലെന്ന് പറഞ്ഞ ദൈവം ചരിത്രത്തിലൊരു സമയം അവരോട് കൃപ കാണിപ്പാനുള്ള കാലം, അതെ, അതിനുള്ള സമയം വന്നുവെന്ന് പറയുന്നു. ആ സമയം വന്നപ്പോൾ സംഭവിച്ച 1-2 കാര്യം അവിടെ നിന്ന് നോക്കാം. എന്താണെന്ന് നോക്കാട്ടെ. അതിന്റെ 14-ാം വാക്യം വായിച്ചേ. നിന്റെ ദാസന്മാർക്ക് അവളുടെ കല്ലുകളോട് താല്പര്യവും അവളുടെ പൂഴിയോട് അലിവും തോന്നുന്നു. എന്നെ സൗരീശ്വരന്മാരെ, യഹൂദന്റെ ചരിത്രം പഠിക്കുന്നവർക്കറിയാം, പ്രവാസികളാ ലോകത്തിന്റെ 4 കോണിൽ കിടക്കുമ്പോൾ പെസഹോത്സവ സമയം ലോകത്തിന്റെ എല്ലാ കോണിലും കിടക്കുന്ന യഹൂദന്മാർ അവരുടെ മുഖം യെരുശലേമിലോട്ട് തിരിക്കും. അവർ പ്രാർത്ഥിക്കും, അടുത്ത വർഷം യെരുശലേമിൽ. അവർ യെരുശലേമിലെ നോക്കി അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, അടുത്ത വർഷം യെരുശലേമിൽ ഞങ്ങൾ കടന്നു വരും, ദൈവം ഞങ്ങളെ സഹായിക്കണം. അവർ പ്രാർത്ഥിച്ചു. അവരോട് കരുണ കാണിച്ചില്ലേ? അവരുടെ പിതാക്കന്മാർ അന്യനാട്ടിൽ മരിക്കുമ്പോൾ യെരുശലേമിൽ നിന്ന് അവരെടുത്ത മണ്ണുണ്ട് അവരുടെ കയ്യിൽ. ഒരു പിടി മണ്ണെടുത്ത് ആ പിതാക്കന്മാരുടെ ശിരസിന്റെ കീഴിൽ വെച്ചിട്ടാണ് പലരും അവരെ അടക്കം ചെയ്തത്. ഇന്നും ഇസ്രായേലിൽ ചെന്നാൽ കാണാം, ആചാരമായതായിരിക്കാം, അവരുടെ കല്ലറകളിൽ നോക്കിയാൽ കാണാം, കല്ലുകൾ എടുത്തു വെക്കുന്നത് കാണാം. അവരുടെ 2000 വർഷം പ്രവാസികളായി കിടന്നപ്പോൾ ഈ യെരുശലേമിൽ നിന്നെടുത്ത മണ്ണും കല്ലുകളും പിതാക്കന്മാരുടെ തലയുടെ അടിയിൽ വെച്ചു. അവർ നോക്കിക്കിടക്കുകയാണ് അവരുടെ വാഗ്ദത്ത നാട്ടിൽ കയറുവാൻ. ദൈവം അനുവദിച്ചില്ല. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നു, ദൈവം അവരോട് കൃപ കാണിപ്പാനുള്ള കാലം, അതിനുള്ള സമയം വന്നപ്പോൾ നിന്റെ ദാസന്മാർക്ക് അവളുടെ കല്ലുകളോട് താല്പര്യം, അവളുടെ പൂഴിയോട് അനുഭവവും. ഇസ്രായേൽ സന്ദർശിച്ചിട്ടുള്ളവർക്കറിയാം. ഞാൻ അനേക പ്രാവശ്യം കടന്നുപോയി. ദൈവം എനിക്ക് അവസരം നൽകി. ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച, വിലാപമതിൽ എന്ന് പറയുന്ന അവരുടെ ദേവാലയം നിന്ന ആ സ്ഥലത്തിന്റെ ഒരു റീറ്റെയിനിങ് വാളുണ്ട്. ആ വാളിന്റെ പേരാണ് വിലാപമതില്. അതിന് വിലാപമതിലെന്ന് വിളിക്കാൻ കാരണം യഹൂദൻ രാവും പകലും അവിടെ കരയുകയാണ്. ഞാൻ ഈ വിലാപമതിലിന്റെ അടിയിലുള്ള തുരങ്കത്തിൽ കടന്നുപോയി. ആ തുരങ്കത്തിന്റെ അകത്ത് കയറിയപ്പോൾ അവിടെ ഞാൻ കണ്ടു സ്ത്രീകൾ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്നത്. അവരുടെ സ്ത്രീകൾ മാർവിൽ കുഞ്ഞുങ്ങളെ കെട്ടിയിട്ടുകൊണ്ട് ഈ വിലാപമതിലിൽ തലയിട്ടടിച്ച് ഈ കുഞ്ഞുങ്ങൾ മാർവിൽ കിടന്ന് ഇങ്ങനെ ആടുന്നത് കാണാം. ഈ തലയിട്ടടിച്ച് അവര് പ്രാർത്ഥിക്കുകയാണ്.
യഹൂദന്മാർ അവരുടെ കരങ്ങൾ വെച്ച് ആ കല്ലുകളെ തൊട്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അവരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും അതിവിശുദ്ധ സ്ഥലം അവിടെ ഏറ്റവും അടുത്ത് ചെല്ലുവാൻ കഴിയുന്നത് അവിടെ വരെയാണ്. ഈ സ്ത്രീകൾ ഞാൻ പറഞ്ഞില്ലേ, ഗുഹയ്ക്കുള്ളിൽ കയറിയിരുന്ന് പ്രാർത്ഥിക്കുന്നു. അവർ പറയുന്നത് ഇവിടമാണ് അവരുടെ അതിവിശുദ്ധ സ്ഥലം നിന്ന സ്ഥലം, ഏതാണ്ട് അതിന്റെ അടുക്കല. അവർക്കതുകൊണ്ട് അതിന്റെ അടുക്കൽ ചെന്നിട്ട് അവര് രാത്രികളിലും മറ്റും പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, 2000 വർഷം അവർ കൊതിച്ചു, ദൈവം അനുവദിച്ചില്ല. ദൈവം അവരോട് കൃപ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഈ കല്ലുകളോട് താല്പര്യം, അതിന്റെ പൂഴിയോട് അനിവ് തോന്നി അവര് അവിടെ പ്രാർത്ഥിക്കുന്നതും ആ കല്ലുകളെ ചുംബിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്ന് ഇസ്രായേലിൽ ചെന്നാൽ അത് കാണാൻ കഴിയും. എന്നാൽ അടുത്ത വാക്യം ഒന്ന് നോക്കിയേ ബ്രദറെ, ഒന്ന് വായിച്ചേ. ഇനിയുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. യഹോവ സിയോനെ പണിയുകയും തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുകയും. വണ്ടർഫുൾ, വണ്ടർഫുൾ. അടിയറയിട്ട് സൂക്ഷിക്കുക. ദൈവം സിയോനെ പണിയുമ്പോൾ അവന്റെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. ഇംഗ്ലീഷിൽ വായിച്ചാൽ when the Lord shall build up Zion, he shall appear in his glory. എനിക്കിതിന്റെ ആശയം കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലായി അതിന്റെ 18ാമത്തെ വാക്യം വായിച്ചപ്പോൾ. മലയാള ബൈബിളിൽ നിന്നും ഇംഗ്ലീഷ് ബൈബിളിൽ നിന്നും വിഭിന്നമാണ് എബ്രായ ഭാഷയിൽ ആശയമെന്ന് അവർ രേഖപ്പെടുത്തിയത് ഞാൻ കണ്ടു. ഞാനത് കുറിച്ചെടുത്തു. 18ാം വാക്യം, വരുവാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി ഇത് എഴുതി വെക്കും. വരുവാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി ഇത് എഴുതി വെക്കും. അത് ഹീബ്രു ഭാഷയിൽ ലെഡോർ ഹോ അജാരോൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭാഷാന്തരം ചെയ്യാമെന്ന് പണ്ഡിതർ പറഞ്ഞ് ഞാൻ വായിച്ചു. അവസാനത്തെ തലമുറയ്ക്ക് വേണ്ടി ഇത് എഴുതി വെക്കുക. ഒരു കാലഘട്ടം ദൈവം ചൂണ്ടിക്കാണിച്ചു. സിയോനോട് കരുണ കാണിക്കുന്ന ഒരു കാലം, അവരെ മടക്കിക്കൊണ്ടുവരുന്ന ഒരു കാലം, അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത സ്ഥലത്തിൽ തന്നെ അവരെ കൊണ്ടുവരുന്ന കാലം. ഈ കാലഘട്ടം നമ്മൾ കണ്ടു. അവൻ സിയോനെ പണിയുന്ന നാടുകളിൽ അവൻ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുന്ന കാലഘട്ടമായിരിക്കും. ആര് വിശ്വസിക്കുന്നു? നമ്മൾ വായിച്ച യെരമ്യാ പ്രവചനത്തിലേക്ക് വീണ്ടും നമുക്ക് കടന്നു വരാം. അതിന്റെ 31ാം അധ്യായത്തിലേക്ക് വീണ്ടും കടന്നു വരാം. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, നമ്മള് ഒരു കാലഘട്ടം നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു. പ്രാരംഭമായി ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതാണ്. നമുക്ക് മുന്നോട്ട് കടന്നു പോകാം. ആ 31ാം അധ്യായത്തിന്റെ 27ാം വാക്യം നോക്കാട്ടെ. ഞാൻ ഇസ്രായേൽ ഗൃഹത്തിലും യഹൂദ ഗൃഹത്തിലും മനുഷ്യരെയും മൃഗത്തിന്റെയും വിത്ത് വിതയ്ക്കുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. അടുത്ത വാക്ക് അന്ന്, അണ്ടർലൈൻ ചെയ്തോ, അത് അന്ന്. അതായത് അവരെ മടക്കിക്കൊണ്ടുവരുന്ന കാലം, അവിടെ വീണ്ടും മനുഷ്യരെയും മൃഗങ്ങളെയും വിതയ്ക്കുന്ന കാലഘട്ടം അന്ന്. ആ കാലഘട്ടത്തിൽ ദൈവം പറഞ്ഞത് എന്താണ്? അന്ന് ഞാൻ പറിപ്പാനും പൊളിപ്പാനും ഇടിപ്പാനും നശിപ്പിപ്പാനും കഷ്ടപ്പെടുത്തുവാനും അവരുടെ മേൽ ജാഗരിച്ചിരുന്നത് പോലെ അവരെ പണിയുവാനും നടുവാനും ഞാൻ ജാഗരിക്കും. ഇവിടമാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. നോക്കുക, സ്വർഗത്തിലെ ദൈവം ഒരു കാര്യം പറയുന്നു. അന്ന് ഞാൻ അതുവരെ അവരെ പറിച്ച് മുടിച്ചു കളയുവാൻ ജാഗരിച്ചിരുന്നത് പോലെ അവരെ പണിയുവാനും നടുവാനും ഞാൻ ജാഗരിക്കും. മറ്റു വിധത്തിൽ പറഞ്ഞാൽ യഹൂദനെ പണിയുവാനും നടുവാനും ദൈവം സൂക്ഷിക്കുന്ന ഒരു കാലഘട്ടം. അല്പം ചരിത്രത്തിലേക്ക് ഒന്ന് ഇറങ്ങിപ്പോകാം. യഹൂദന്റെ കഴിഞ്ഞ 2000 വർഷത്തിന്റെ ചരിത്രം ഞാൻ ഓർപ്പിച്ചു. AD 70, AD 132, 135 അവരെ അവിടെ നിന്ന് പറിച്ചു കളഞ്ഞ ശേഷം വിജയം എന്തുള്ളത് അവരുടെ ജീവിതത്തിൽ അവർ കണ്ടിട്ടില്ല. അവർ വിജയം കണ്ടിട്ടില്ലേ? അവർ കൊല്ലപ്പെടുകയായിരുന്നു. ഏത് സ്ഥലത്തും അവർ കൊല്ലപ്പെടുകയാണ്. അവർക്ക് പ്രതികരിക്കാൻ സാധ്യമല്ല, അവർക്കതിന് കഴിവില്ല. അവര്
അവര് മറ്റുള്ള രാജ്യങ്ങളിൽ അടിമകളായി കിടക്കുകയാണ്. എന്നാൽ ദൈവം അവരെ മടക്കിക്കൊണ്ടുവരുമ്പോൾ ഇനി നമ്മൾ നോക്കുക, ഇവിടെ ദൈവം പറഞ്ഞത് അവരെ ഞാൻ പണിയാനും നടുവാനും ജാഗരിക്കും. I will watch over them to build and to plant. യഹൂദനെ പണിയുവാനും നടുവാനും ഞാൻ ജാഗരിക്കും. ഇന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം എത്രയും വലിപ്പമുണ്ട്. ആകപ്പാടെ അതിന്റെ നീളം 470 കിലോമീറ്ററേ ഉള്ളൂ. 470 കിലോമീറ്റർ. ഇവിടെ ഒന്ന് ഏതാണ്ട് വയനാട്ടിലൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്ന ദൂരമേ ഉള്ളൂ. വീതിയോ 135 കിലോമീറ്ററേ ഉള്ളൂ. ഏറ്റവും വീതി കൂടിയ ഭാഗം. നമുക്കറിയാം, ഇസ്രയേലിന്റെ മാപ്പ് എടുത്താൽ ഇങ്ങനെ കിടക്കുക, താഴോട്ട് ഇങ്ങനെ കൂർത്തിരിക്കുക, മുകളിലും അതുപോലെയാണ്. എന്ന് പറഞ്ഞാൽ നടുഭാഗം, വീതി കൂടിയ ഭാഗമേ ഉള്ളൂ 135 കിലോമീറ്റർ. അതിന്റെ നീളം, രാജ്യത്തിന്റെ നീളം ഏതാണ്ട് 475 കിലോമീറ്റർ. അവരെ വളഞ്ഞു കിടക്കുന്നത് 23 ഇസ്ലാമിക് രാജ്യങ്ങൾ. 5 യുദ്ധങ്ങൾ അവരുടെ നേരെ നടത്തി. അവിടെ കൊണ്ട് തീർന്നില്ലേ, തുടർമാനമായ യുദ്ധം നടക്കുകയാണ്. അവരുടെ ആയുധങ്ങൾ താഴെ വെക്കാൻ നിവൃത്തിയില്ലാതെ. പക്ഷേ ഈ കൊച്ചു രാജ്യം, നമ്മൾ ഇന്ന് ആലോചിക്കുക, ചുറ്റും കിടക്കുന്നവരെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ എന്ന് പറയുന്നത് വലിയൊരു രാജ്യമാണ്. നമുക്ക് ആ ഭാഗം സമയമുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം. വളരെ ശക്തരായ ഒരു രാജ്യമാണ്. ഏതാണ്ട് 200 മിസൈലുകൾ ഇസ്രായേലിന്റെ നേരെ തൊടുത്തുവിട്ടു. 200 മിസൈൽ. ചില ദിവസങ്ങൾ അവർ മൗനമായിരുന്നു. ഇസ്രായേലിന്റെ പോർ വിമാനങ്ങൾ അവർക്ക് കൽപ്പന കിട്ടിയപ്പോൾ നമ്മൾ പത്രങ്ങളിൽ വായിച്ചു. വാർത്തയിൽ എന്താ കേട്ടത്? 150 യുദ്ധവിമാനങ്ങൾ. സൗരന്മാരെ, ഇത് നിസ്സാര കാര്യമല്ല. ഒരു യുദ്ധവിമാനം ഇതിലെ താണു പറന്നാൽ ഇവിടെ ഇങ്ങനെ പ്രകമ്പനം കൊള്ളും. 150 യുദ്ധവിമാനങ്ങൾ ഇസ്രയേലിൽ നിന്ന് പോയി ആ ഇറാനിൽ ബോംബ് ചെയ്ത് ഒരു പ്ലെയിൻ പോലും നശിക്കാതെ 150 യുദ്ധവിമാനങ്ങളും മടങ്ങി വന്നു. ഇറാനെ ചൊടിപ്പിച്ചത് ആ വിമാനങ്ങൾ പറപ്പിച്ച പല പൈലറ്റുകളും സ്ത്രീകളായിരുന്നു, യഹൂദ സ്ത്രീകളായിരുന്നു. അവർ ബോംബ് ചെയ്ത് അവിടെ നശിപ്പിച്ചു. ഇന്നും എന്തെല്ലാം നശിപ്പിച്ചെന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടില്ല. എന്താ ഞാൻ പറഞ്ഞത്? ഇസ്രയേലിന്റെ സൈനിക ശക്തി കണ്ടോ? ഇസ്രയേലിന്റെ സൈനിക ശക്തി കണ്ടോ? ഞാൻ ഇസ്രയേലിൽ പോയപ്പോൾ ഞാൻ ഒരു ഗൈഡിന്റെ കൂടെയുണ്ട്. ഗൈഡിനോട് ഞാൻ ചോദിച്ചു, ഞാൻ ഇസ്രയേലിന്റെ തെക്കും വടക്കും മുഴുവൻ യാത്ര ചെയ്തു, ഒരു യുദ്ധവിമാനം പോലും ഞാൻ കണ്ടില്ല. ഞാൻ ചോദിച്ചു, എവിടാ യുദ്ധവിമാനമൊക്കെ വെച്ചിരിക്കുന്നത്? ഒരു മല കാണിച്ചു. എന്നോട് പറഞ്ഞു, ഈ ഫൈറ്റർ പ്ലെയിനുകൾ മുഴുവൻ ഈ മലയ്ക്കകത്തായിരിക്കുന്നത്. മലയ്ക്കകത്ത് പുറത്തു നോക്കിയാൽ ഒരു പിടിയുമില്ല. മലയ്ക്കകത്ത്, ബങ്കറിനകത്ത് ആളുകൾ ഇരിക്കുന്ന പോലെയാണ് ഈ യുദ്ധവിമാനങ്ങളെ മുഴുവൻ വെച്ചിരിക്കുന്നത്. ആവശ്യമുള്ളപ്പോൾ അത് ഇറങ്ങി വരികയുള്ളൂ. നമുക്കറിഞ്ഞുകൂടാ അവരുടെ കയ്യിൽ എത്ര യുദ്ധവിമാനമുണ്ട്, അറിഞ്ഞുകൂടാ അവരുടെ കയ്യിൽ എത്ര ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടെന്ന്. ഞാൻ എന്തിനാ പറഞ്ഞെന്നറിയാമോ? ഇപ്പൊ നടക്കുന്ന യുദ്ധം നോക്കി. അവരുടെ തെക്ക് കിടക്കുന്ന ഗാസയിൽ തുടർമാനമായി ബോംബിംഗ്. വടക്ക് ഹിസ്ബുള്ളയുടെ ലെബനോന്റെ പ്രദേശത്ത് ബോംബിംഗ്. 1500 കിലോമീറ്റർ അപ്പുറത്ത് ഇറാനിൽ പോയി ബോംബ് ചെയ്യുന്നു. തീർന്നില്ല, സിറിയയിൽ ബോംബ് ചെയ്യുന്നു. അവിടെ തീർന്നില്ല, യമനിൽ അവര് മിസൈലുകൾ അയക്കുന്നു. അവരുടെ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളെ അവർ ഇങ്ങനെ ആക്രമിക്കണമെങ്കിൽ ഈ കൊച്ചു രാജ്യം എത്ര ശക്തിയുള്ളതാണ്, എത്ര ശക്തിയുള്ളതാണ്. ഒരു വാക്യം നോക്കിയാട്ടെ, എസെക്കിയേൽ 37 നോക്കിയാട്ടെ. അവരെ ദൈവം മടക്കിക്കൊണ്ടുവരുമ്പോൾ നമ്മൾ എസെക്കിയേൽ 37 വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഉണങ്ങിപ്പോയ അസ്ഥികളുടെ കൂമ്പാരം, ഉണങ്ങിക്കിടന്ന അസ്ഥികൾ, ആശയില്ല, എല്ലാം പോയി. ഞങ്ങളുടെ ആശകൾക്ക് ഭംഗം വന്നു. ഈ ഉണങ്ങി ബന്ധം വിട്ടുപോയ അസ്ഥികൾ. ആരാണ് ഈ ബന്ധം വിട്ടുപോയ അസ്ഥികൾ? അതിന് 11-ാം വാക്യം നോക്കിയാട്ടെ. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെ ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി
ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. അവരുടെ ആശ നഷ്ടപ്പെട്ടു പോയി. ഹോപ്പ്, നോ ഹോപ്പ്. അതുകൊണ്ടാണ് ഇന്ന് അവരുടെ ദേശീയ ഗാനത്തിന്റെ പേര് തന്നെ ഹത്വിക എന്നാണ്. ഹത്വിക എന്ന വാക്കിന്റെ അർത്ഥം ഹോപ്പ് എന്നാണ്. ഈ വാക്യത്തിന്റെ നേരെ എതിരവര് എഴുതി ഉണ്ടാക്കിയതാണ് ഈ അവരുടെ ദേശീയ ഗാനം. ഹത്വിക എന്ന് പറയുന്ന, ഹോപ്പ് എന്ന് പറയുന്ന ഞങ്ങളുടെ ആശ യെരുശലേമിനെ നോക്കി, സിയോനെ നോക്കി, ഞങ്ങളുടെ ഹൃദയത്തിൽ സ്പന്ദനമുള്ളിടത്തോളം കാലം ഞങ്ങളുടെ ആശ ഞങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞുള്ള പാട്ടാണ് അവരുടെ ദേശീയ ഗാനം. ഞാൻ ഈ വാക്യം വായിക്കുമ്പോൾ ഞാൻ വായിക്കാൻ ഉദ്ദേശിച്ചത് പറയാം. അതിന്റെ 10ാം വാക്യം നോക്കിയേ. ആശ നഷ്ടപ്പെട്ട ജനം, ഉണങ്ങിപ്പോയ അസ്ഥികൾ, അവർ ജീവിച്ചു ഏറ്റവും വലിയ സൈന്യമായി. 1948 മെയ് മാസം 14-ാം തീയതി അവർ ഒരു പുതിയ രാജ്യമായി പിറന്നു വീണ് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം അവരെ വളയുകയാണ് സൈന്യങ്ങൾ. അറബി രാജ്യങ്ങളുടെ തലവന്മാർ പറഞ്ഞു, നിങ്ങളുടെ കരങ്ങളിലുള്ള എല്ലാ ആയുധങ്ങളും എടുക്കുക, അവരെ തുടച്ചു കളഞ്ഞിട്ട് നിങ്ങൾക്ക് വീട്ടിൽ പോകാം. ഇന്ന് വരെ 48-ൽ അവരോട് യുദ്ധത്തിന് വന്ന ഈ അറബികൾ ആരും അവരുടെ വീട്ടിൽ പോയിട്ടില്ല. അവരാണ് പലസ്തീനിയൻ അഭയാർത്ഥികളായി ഇന്നും നടക്കുന്നത്. എന്താ കാരണം? അവർ ദിവസങ്ങൾക്കുള്ളിൽ അവര് രഹസ്യമായി, ആയുധങ്ങളില്ലാത്ത രാജ്യം, അവര് രഹസ്യമായി മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വെപ്പണുകൾ കടത്തിക്കൊണ്ടുവന്ന് അവർ വലിയൊരു സൈന്യമായി. 6ാമത്തെ ന്യൂക്ലിയർ പവർ നേഷനാണ് ലോകത്തിലെ ഇസ്രയേൽ. 1 മണിക്കൂർ മതി, 24 മണിക്കൂർ കൊണ്ട് ഏതാണ്ട് 10 ലക്ഷം പടയാളികളെ അണിനിരത്താം. ഒന്ന് ആലോചിച്ചു നോക്കിയേ. അവരുടെ രാജ്യത്തിലെ സകല സ്ത്രീകളും പുരുഷന്മാരും ആർമി ട്രെയിൻഡാണ്. സ്ത്രീകളും പുരുഷന്മാരും പട്ടാളത്തിൽ സേവനം ചെയ്യണം നിർബന്ധമായി. അങ്ങനെ ട്രെയിൻഡ് സോൾജേഴ്സ് ആണ് അവരുടെ അടുക്കളയിൽ ആയിരിക്കുന്ന ഹൗസ് വൈഫുകൾ പോലും. അവർക്ക് 24 മണിക്കൂർ മതി 1 മില്യൺ 10 ലക്ഷം പടയാളികളെ അണിനിരത്താൻ. ദൈവജനത്തിൽ പറഞ്ഞു കണ്ടോ, 2000 വർഷം അവർ ഒരു വിജയം കാണാതെ കിടന്നു. അന്ന് ഞാൻ മുടിപ്പാനും പറിപ്പാനും നശിപ്പിപ്പാനും ജാഗരിച്ചിരുന്നു. എന്നാൽ ഇന്ന് അവർ വലിയ സൈന്യമായി മാറി. വലിയ സൈന്യം. സഹോദരന്മാരെ, ഒന്ന് ആലോചിച്ച് നോക്കുക. ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളെ വകവരുത്തിക്കൊണ്ട് തുടർമാനമായി 2 വർഷത്തിലധികമായി ബോംബിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ ആയുധങ്ങളും ശേഷിയും അവരുടെ കഴിവും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. സൈന്യമായി എന്ന് മാത്രമല്ല, നമുക്കൊരു കാര്യം കൂടെ അറിയാം. ഇറാനെ ഞാൻ പറഞ്ഞു ചൊടിപ്പിച്ചത് പൈലറ്റുമാർ 150 യുദ്ധവിമാനങ്ങൾ അവരെ ആക്രമിച്ചപ്പോൾ സ്ത്രീകൾ ആക്രമിച്ചു എന്നുള്ളതാണ്. പൈലറ്റുമാർ, ഇസ്രായേൽ പൈലറ്റുമാര് പലരും സ്ത്രീകളായിരുന്നു. ഒരു വാക്യം ഒന്ന് കാണിക്കാം. യെരമ്യാ പ്രവചനം 31-ാം അധ്യായം എടുത്താട്ടെ. വീണ്ടും നമുക്ക് നോക്കാം. ദൈവം ഒരു പുതിയ കാര്യം ചെയ്യുമെന്ന് പറഞ്ഞു. യെരമ്യാ പ്രവചനം 31-ാം അധ്യായത്തിന്റെ 21-ഉം 22-ഉം വാക്യം നോക്കാട്ടെ. നിനക്ക് അടയാളങ്ങളെ വെക്കുക, യെസ്, കൈ ചൂണ്ടികളെ നാട്ടുക, നീ പോയ പെരുവഴി മനസ്സിൽ വെച്ചുകൊള്ളുക. ഇസ്രായേൽ കന്യകെ മടങ്ങി വരിക, നിന്റെ ഈ പട്ടണങ്ങളിലേക്ക് തന്നെ മടങ്ങി വരിക. അവരെ മടക്കിക്കൊണ്ടുവരുന്ന കാര്യമാണ്. അടുത്തത് വായിച്ചാട്ടെ. വിശ്വാസത്യാഗിനിയായ മകളെ, നീ എത്രത്തോളം ഉഴന്നു നടക്കും? യഹോവ ദേശത്തൊരു പുതുമ സൃഷ്ടിക്കുന്നു, സ്ത്രീ പുരുഷനെ ചുറ്റി പരിപാലിക്കും. വണ്ടർഫുൾ. ആ വാക്യം കണ്ടോ? ദേശത്ത് ദൈവം അവരെ മടക്കിക്കൊണ്ടുവരുമ്പോൾ ഒരു പുതുമ സൃഷ്ടിക്കും. എ ന്യൂ തിങ് ഹി വിൽ ക്രിയേറ്റ്. എന്താ? സ്ത്രീകൾ പുരുഷനെ ചുറ്റി പരിപാലിക്കും. സൗരന്മാരെ, ഇസ്രായേലിന്റെ ചരിത്രം എടുത്തു നോക്കിക്കേ. 3000-ലധികം വർഷത്തിന്റെ ചരിത്രമുണ്ട്. അവരുടെ സ്ത്രീകൾ ആയുധമെടുത്തിട്ടില്ല, അവരുടെ സ്ത്രീകൾ യുദ്ധം ചെയ്തിട്ടില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, അവരെ ഞാൻ മടക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പുതുമ സൃഷ്ടിക്കും. അവരുടെ സ്ത്രീകൾ പുരുഷന്മാരെ ചുറ്റി പരിപാലിക്കും.
ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ണുകൊണ്ട് കണ്ടതാണ്. ആയുധങ്ങൾ, മാരകായുധങ്ങൾ ധരിച്ചുകൊണ്ട് യഹൂദ സ്ത്രീകളെ കാണുവാനായിട്ടിടയായി മാറി. ഞാൻ അവിടെ അവരുടെ ഇമിഗ്രേഷനാണ് ഏറ്റവും ടഫ്. ഇസ്രായേലിൽ പോയിട്ടുള്ളവർക്കറിയാം, ഈ ഇമിഗ്രേഷനിൽ ചെല്ലുമ്പോഴേ പെട്ടിയൊക്കെ നമ്മൾ തനിച്ചെടുക്കണം, തന്നെ പെട്ടിയെടുത്ത് പോകണം. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ബസ്സിലിരുന്ന് തന്നെ ഇൻസ്ട്രക്ഷൻ തരും, സൂക്ഷിച്ചോണം, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്, നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മളെ ഓരോ കണ്ണുകളും നോക്കുന്നുണ്ട്, നമ്മുടെ ബോഡി ലാംഗ്വേജ് അവർ വായിക്കുന്നുണ്ട്. നമ്മൾ ആയുധങ്ങളോ കള്ളത്തരങ്ങളോ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർ കണ്ടുപിടിക്കും. നമ്മുടെ ബോഡി ലാംഗ്വേജ് വായിക്കാൻ കഴിയുന്നവര് നമ്മളറിയില്ല, നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അവിടെ ശ്രദ്ധിച്ചൊരു കാര്യം, ഇമിഗ്രേഷനിൽ ചെന്നപ്പോൾ ഏതാണ്ട് എല്ലാ ഇമിഗ്രേഷൻ ഓഫീസേഴ്സും യൗവനക്കാരത്തികളായ സ്ത്രീകളാണ്. ഞാൻ അനേക രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ, അവര് പാസ്പോർട്ടിൽ നോക്കിയിട്ട് കണ്ണിലോട്ട് നോക്കും. മറ്റ് അറബി രാജ്യങ്ങളിലൊക്കെ പോയാല് സാധാരണ പാസ്പോർട്ട് എടുത്ത് അടിച്ചങ്ങ് വിട്ട് നമ്മളെ വിടുകയാണ്. ഇവരെ പാസ്പോർട്ട് നോക്കിയിട്ട് നമ്മുടെ കണ്ണിലൊന്ന് നോക്കിയിട്ട് നമ്മളെ അപ്പുറത്തോട്ട് കടത്തി വിടുകയുള്ളൂ. സ്ത്രീകൾ അവരെ ചുറ്റി പരിപാലിക്കുന്നു. ദേശത്തിൽ ഒരു പുതുമ, അവരുടെ സൈന്യത്തിൽ എല്ലാ സ്ത്രീകളും സേവനം അനുഷ്ഠിപ്പാൻ നിർബന്ധിതരാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം പറഞ്ഞ കാലഘട്ടം, എന്നെ സഹോദരന്മാരെ, ദൈവം പറഞ്ഞ കാലഘട്ടം. ഞാൻ ആ ഭാഗങ്ങളൊക്കെ വിട്ടിട്ട് ഞാൻ വരികയാണ്. പത്രോസ് പറഞ്ഞൊരു പ്രസംഗം. ഞാൻ അല്പ മിനിറ്റ് കൂടെ ഈ പ്രവചന ഭാഗം ഒന്ന് എടുത്തോട്ടെ. പത്രോസ് രണ്ടാമത് ചെയ്ത പ്രസംഗം, പത്രോസ് ചെയ്ത പ്രസംഗത്തില് ഒരു രഹസ്യം പറയുന്നുണ്ട്. ആ രഹസ്യം മനസ്സിലാക്കിയാൽ യേശുക്രിസ്തു എന്നു വരുമെന്നറിയാം. ഏറിയ പങ്ക് വിശ്വാസികളും അത് ശ്രദ്ധിക്കാതെ പോവുകയാണ്. ഞാനും ശ്രദ്ധിക്കാതെ പോയി അനേക നാളുകൾ. പ്രവചന വിഷയങ്ങൾ ശ്രദ്ധിക്കുന്ന, പഠിക്കുന്ന ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ പോലും ശ്രദ്ധിക്കാതെ പോയി. എന്നാൽ ചില നാളുകൾക്ക് മുമ്പാണ് ആ ഭാഗം ഒന്ന് ശ്രദ്ധിപ്പാൻ ദൈവം എന്നെ അനുവദിച്ചത്. ഞാൻ ഇരുന്ന് ഒരുപാട് സമയം ആ ഭാഗം വിലയിരുത്തുകയുണ്ടായി. നോക്കാം, അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം ഒന്ന് എടുത്താട്ട്. പത്രോസിന്റെ രണ്ടാമത്തെ പ്രസംഗമാണ്. ഒന്നാമത് പെന്തിക്കോസ്ത് പെരുന്നാളിൽ പ്രസംഗിച്ചു, അത് 2-ാം അധ്യായത്തിലുണ്ട്. പത്രോസ് രണ്ടാമത് ചെയ്ത പ്രസംഗമാണ്. എന്നാൽ ഈ പ്രസംഗം നടക്കുന്നത് ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥന സമയം ദൈവാലയത്തിൽ ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. അവൻ ഭിക്ഷയോദിപ്പാൻ അവനെ സുന്ദരമെന്ന ഗോപുരത്തിങ്കൽ കൊണ്ടിരുത്തുകയാണ്. പത്രോസിനോട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് പറഞ്ഞു, പൊന്നും വെള്ളി എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരാം. നസറേയന്റെ നാമത്തിൽ എഴുന്നേക്കാൻ പറഞ്ഞു. അവന്റെ വലം കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. നമ്മൾ ഓർക്കണം, അവൻ ജനിച്ചപ്പം തൊട്ട് അവന് ഒരു മുടന്തനായ മനുഷ്യനാണ്. അവന് നടക്കാൻ നിവൃത്തിയില്ല. അവന് വർഷങ്ങളായി സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ഇരിക്കുകയാണ്. ആളുകൾക്കറിയാം ഇവൻ ഭിക്ഷയാദിക്കുന്ന ഒരു വ്യക്തിയാണ്. പത്രോസ് അവന്റെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ചു. രാവിലെ നമ്മൾ ഓർത്തതുപോലെ ഈ അത്ഭുതകരമായി ശക്തി വ്യാപരിച്ചപ്പോൾ 10-ാം വാക്യം നോക്കിയാട്ടെ. ഈ സംഭവിച്ചത് യഹൂദന്മാരായ അവര് വിസ്മയിച്ചും പരിഭ്രമം നിറഞ്ഞവരായി. They were wondered. ദൈവത്തിന്റെ അലൗകിക ശക്തി വ്യാപരിച്ച് ഈ മനുഷ്യന് സുഖം വന്നപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. ഈ അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോൾ പത്രോസ് ആ സമയം ഉപയോഗിച്ച് വളരെ വ്യക്തമായി സുവിശേഷം പ്രസംഗിക്കുകയാണ്. 12-ാം വാക്യത്തിൽ ആരോടാ പ്രസംഗിച്ചത്? ഇസ്രായേൽ പുരുഷന്മാരെ, യഹൂദന്മാരോടാണ് പ്രസംഗിക്കുന്നത്. കാരണം ദേവാലയത്തിന്റെ അടുക്കൽ നിൽക്കുന്ന യഹൂദരോട് പത്രോസ് പ്രസംഗിക്കുകയാണ്. പത്രോസ് പ്രസംഗിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണവും അവന്റെ 2-ാം വരവുമാണ്. 17-ാം വാക്യം തുടങ്ങി വായിക്കാം. ബ്രദറെ ഒന്ന് വായിച്ചോ, 17 തൊട്ട്. സഹോദരന്മാരെ, നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു. ദൈവമോ തന്റെ
തന്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കും എന്ന് സകല പ്രവാചകന്മാരും മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. അടുത്ത ഭാഗം. എന്നാൽ കർത്താവിന്റെ സുമുഖത്തു നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. പത്രോസും മറ്റ് അപ്പോസ്തലന്മാരും ഒക്കെ വിശ്വസിച്ചു ദൈവത്തിന്റെ പുത്രൻ എപ്പോൾ വേണമെങ്കിലും മടങ്ങി വരും. അവരങ്ങനെ കരുതിയത്. അവര് പ്രസംഗിച്ചു, പത്രോസ് പ്രസംഗിച്ചു, നിങ്ങൾ അറിയായ്മ കൊണ്ട് നിങ്ങളുടെ പിതാക്കന്മാർ അവനെ ക്രൂശിച്ചു, എന്നാൽ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനു വേണ്ടി നിങ്ങൾ മടങ്ങി വരിക, നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുക, ദൈവം നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുക മാത്രമല്ല കർത്താവിന്റെ സമ്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിച്ച ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. അടുത്ത വാക്യം സഹോദരി സൗരന്മാർ ശ്രദ്ധിക്കണം. എപ്പോഴയക്കുമെന്നാ പത്രോസ് ഇവിടെ പറയുന്നത്? ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാ. ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ട് വീട്ടിൽ ചെന്ന് ആ ഭാഗം ഒന്ന് ധ്യാനിക്കണം. പത്രോസ് രേഖപ്പെടുത്തുകയാണ്, സ്വർഗം എന്നുവരെയാണ് അവനെ കൈക്കൊള്ളുന്നത്. വിശുദ്ധ പ്രവാചകന്മാർ ലോകാരംഭം മുതൽ പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. അത് നിവർത്തിക്കുന്നത് വരെ സ്വർഗത്തിൽ അവൻ കാണും. അത് കഴിയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അവനെ അയക്കും. ഇവിടെ ഇംഗ്ലീഷ് ബൈബിളിൽ വായിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ടൈംസ് ഓഫ് റീസ്റ്റോറേഷൻ. മലയാളത്തിൽ കാലമെന്നാണ്, എന്നാൽ ഇംഗ്ലീഷിൽ കാലത്തെ ബഹുവചനമായിട്ട് പറഞ്ഞു ടൈംസ് ഓഫ് റീസ്റ്റോറേഷൻ. യഥാസ്ഥാനത്തിന്റെ നാളുകൾ, കാലങ്ങൾ യഹൂദനോടാ പറയുന്നത്. ഞാൻ പറയട്ടെ സഹോദരി സഹോദരന്മാരെ, ഞാനും നിങ്ങൾ ജീവിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ യഥാസ്ഥാനത്തിന്റെ കാലത്താണ്. ഞാനും നിങ്ങൾ ജീവിക്കുന്നത് ഈ യഥാസ്ഥാനം നടന്നുകൊണ്ടിരിക്കുന്ന കാലയളവിലാണ്. അവരുടെ രാജ്യം യഥാസ്ഥാനപ്പെട്ടു. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അസാധ്യമായിരുന്നു, ഒരിക്കലും സാധിക്കലായിരുന്നു. അത് സാധിച്ചു. ഒരു വാക്യം മാത്രം ഒന്ന് വായിക്കാം ബ്രദറെ. യെരമ്യാ 31:27 എടുത്ത് ഒരു വാക്യം ഒന്ന് വായിക്കാം. അവരുടെ രാജ്യം യഥാസ്ഥാനപ്പെട്ടു. വിശുദ്ധ പ്രവാചകന്മാർ പറഞ്ഞത് സാധിക്കുന്നത് വരെ സ്വർഗം അവനെ കൈക്കൊള്ളും. അതിന്റെ ശേഷം സ്വർഗം അവനെ അയക്കും. ഞാനും നിങ്ങൾ ജീവിക്കുന്ന ദിവസങ്ങൾ ഈ യഥാസ്ഥാനം നടക്കുന്ന ദിവസങ്ങളാണ്. യെരമ്യാ 31:27. ഞാൻ ഇസ്രായേൽ ഗൃഹത്തിലും യഹൂദ ഗൃഹത്തിലും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വിത്ത് വിതയ്ക്കുന്ന കാലം വരും. യെസ്, ഞാൻ അവരുടെ പിതാക്കന്മാർ കൊടുത്ത ദേശത്തിലേക്ക് അവരെ മടക്കി വരുത്തും. ലോകത്തിന്റെ 4 കോണിൽ നിന്നും അവരെ മടക്കി വരുത്തി. അതോട് ചേർത്ത് എസെക്കിയേൽ 36 എടുത്ത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വിശുദ്ധ പ്രവാചകന്മാർ പറഞ്ഞത് യഥാസ്ഥാനപ്പെടണം. ഈ എസെക്കിയേൽ 36 എടുക്കുമ്പോൾ അവിടെ ഏതാണ്ട് 21 പ്രാവശ്യം ഞാൻ ചെയ്യും ഇംഗ്ലീഷിൽ വായിച്ചാൽ ഐ വിൽ എന്ന് 21 പ്രാവശ്യം ഈ 36 അവരോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്യുന്ന കാര്യമാണ്. പത്രോസ് പറഞ്ഞു, വിശുദ്ധ പ്രവാചകന്മാർ പറഞ്ഞതൊക്കെ യഥാസ്ഥാനപ്പെടണം, റീസ്റ്റോറേഷൻ നടക്കണം. ഒരു കാര്യം നമുക്ക് വായിക്കാം, അതിന്റെ 24 വാക്യം ഒന്ന് വായിച്ചേ ബ്രദറെ. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. വണ്ടർഫുൾ, പ്രൈസ് ദി ലോർഡ്. സ്വർഗം നമുക്ക് വെളിപ്പെടുത്തി തന്ന സത്യം നോക്കുക. യഥാസ്ഥാനം ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടും. ഐ വിൽ ഗ്യാദർ യു ഫ്രം ദ നേഷൻസ്. രാഷ്ട്രങ്ങളിൽ നിന്ന് നിങ്ങളെ കൂട്ടി നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തിലേക്ക് മടക്കി കൊണ്ടുവരും. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് ഇസ്രായേലിൽ പാർക്കുന്ന ജനങ്ങൾ 130 രാജ്യത്ത് നിന്ന് വന്നവരാണ്.
മിനിമം 130 കൺട്രീസ്. ഇന്ത്യയെ നമ്മുടെ കൊച്ചിയിലും കൊടുങ്ങല്ലൂരും മാളയിലും ചേന്നമംഗലത്തും പറവൂരിലും ഒക്കെ ഉണ്ടായിരുന്ന യഹൂദന്മാർ കേരളം മുഴുവൻ അരിച്ചുപറിക്കാൽ 10 പേരില്ല. എല്ലാവരും തിരിച്ചുപോയി. അറേബ്യൻ നാടുകളിൽ ഉണ്ടായിരുന്നു. ബഹ്റൈനിൽ 1-2 പേരുണ്ട്, ബാക്കി എല്ലാവരും പോയി. സൗദിയിൽ ഉണ്ടായിരുന്നു ഒരുപാട് യഹൂദന്മാർ, എല്ലാം തിരിച്ചുപോയി. ഗൾഫ് രാജ്യങ്ങളിലുള്ള യഹൂദന്മാർ തിരിച്ചുപോയി. ഞങ്ങള് ഇസ്രയേലിൽ പോയപ്പോൾ അവിടെ അവരുടെ ഈ ഡയമണ്ട് വിൽക്കുന്നിടത്ത് ഒരു സ്ത്രീ നിൽക്കുന്നു. അവര് ഞങ്ങളുടെ കൂടെയുള്ളവരോട് പറഞ്ഞത് ഇങ്ങനെയാണ്. അവരുടെ തല കാണിച്ചു. തലയിലുള്ള പാടുകളൊക്കെ അവര് ഇറാഖിൽ ജീവിക്കുന്ന സ്ത്രീ ആയിരുന്നു. അവർ യഹൂദ സ്ത്രീ ആയതുകൊണ്ട് അവരെ കല്ലെറിയുകയും ഉപദ്രവിക്കുകയും ചെയ്തു. അവരുടെ തലയിലൊക്കെ പാട്. അവരൊക്കെ പ്രാണരക്ഷാർത്ഥം ഇസ്രയേലിൽ മടങ്ങി വന്നു. ഇറാഖിലും ഒക്കെയുള്ള യഹൂദന്മാർ മടങ്ങിപ്പോയി. എന്താ ഇവിടെ നമ്മൾ വായിച്ചത്? നമ്മൾ വായിച്ചത് എന്താ? ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടും. 130 രാജ്യത്ത് നിന്ന് ദൈവം അവരെ കൂട്ടി അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തിൽ അവരെ ആക്കി. ഇവിടെ നമ്മൾ വായിക്കുന്നു സ്വന്തം ദേശം, യുവർ ഓൺ ലാൻഡ്. ഒരു വാക്ക് പറയാതെ ഇരിപ്പാൻ നിവൃത്തിയില്ല. ലോക രാഷ്ട്രീയ നേതൃത്വം കൊടുക്കുന്നവര് ഇസ്രയേലിനോട് ഒരു കാര്യം പറഞ്ഞു. നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾക്ക് രാജ്യം ആവശ്യമാണ്, നിങ്ങൾ രാജ്യം മറ്റ് സ്ഥലത്ത് സ്ഥാപിക്കുക, ഞങ്ങൾ സ്ഥലം തരാം. ഇപ്പം കണ്ടോ ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്ന പണി കണ്ടോ? ഗാസയിലുള്ളവരെ ആഫ്രിക്കയിലും ഈജിപ്തിലും ജോർദാനിലും ഒക്കെ പാർപ്പിക്കാൻ നോക്കിയാണ്. ഏതാണ്ട് ഇതുപോലെ യഹൂദനെ ക്രിമിയ, വിയറ്റ്നാം, നയാഗ്ര വെള്ളച്ചാട്ടം, ഓസ്ട്രേലിയയിലെ മെൽബൺ 17 സ്ഥലങ്ങൾ വെച്ച് നീട്ടി. ജനപ്പെരുപ്പമില്ലാത്ത സ്ഥലങ്ങളിൽ യഹൂദന് രാജ്യമുണ്ടാക്കാൻ വെച്ച് നീട്ടി. എന്നാൽ അവിടെ രാജ്യം ഉണ്ടാക്കാമായിരുന്നു, എളുപ്പമായിരുന്നു. എന്നാൽ ഇവിടെ ദൈവം ഒരു കാര്യം പറഞ്ഞു, നിങ്ങളെ ഞാൻ കൂട്ടിവരുത്തുന്നത് നിങ്ങളുടെ സ്വന്തം ദേശത്തിലായിരിക്കും. ലോകരാജ്യങ്ങൾ മറ്റ് 17 സ്ഥലങ്ങൾ പറഞ്ഞപ്പോൾ അവരെ മടക്കി കൊണ്ടുവന്നത് അവരുടെ സ്വന്തം ദേശത്തിലാണ്. പത്രോസ് പറഞ്ഞ വാക്ക് ഓർക്കണം, വിശുദ്ധ പ്രവാചകന്മാർ പറഞ്ഞതൊക്കെ റീസ്റ്റോർഡാണ്. ദേശം യഥാസ്ഥാനപ്പെട്ടു. അവരുടെ മണ്ണ് നമുക്കറിയാം. ആ മണ്ണ് വരണ്ട്, ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞ പോലെ ചെമ്പ് പോലെ, ഇരുമ്പ് പോലെ. 2000 വർഷം മഴ പെയ്യാതിരുന്നാൽ ഒരു ദേശം എങ്ങനെ ഇരിക്കും? അവിടമൊക്കെ വരണ്ട്, അവിടം ഒരു പുല്ല് പോലും ഇല്ലാതെ, ഒരു മരവുമില്ലാതെ, മുഴുവൻ വാടി തളർന്നു കിടന്ന, ഒരു ചെടിയും കൃഷിയുമില്ലാതെ കിടന്ന ഒരു ബാരൻ ലാൻഡ് ആയിരുന്നു അത്. എന്നാൽ പ്രവാചകന്മാർ പറഞ്ഞു, നമ്മുടെ മുന്നിൽ തുറന്നിരിക്കുന്ന യെശയ്ക്കേൽ 36 8-ാമത്തെ വാക്യം നോക്കിയാട്ടെ. 8-ാമത്തെ വാക്യം, നിങ്ങളോ ഇസ്രായേൽ പർവ്വതങ്ങളെ, എന്റെ ജനമായ ഇസ്രായേൽ വരുവാൻ അടുത്തിരിക്കൊണ്ട് കൊമ്പുകളെ നീട്ടി അവർക്ക് വേണ്ടി ഫലം കായ്പി. യെശയ്യാവ് 5 നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവൻ മേഘങ്ങളോട് കൽപ്പിച്ചു മഴ പെയ്യരുത്. യെരമ്യാവ് 3:3 മഴ നിന്നുപോയി. യെരമ്യാവ് 5:20 അതുകൊണ്ട് മഴ മാറിപ്പോയി. അവരുടെ പാപങ്ങളുടെ കാരണം അവിടെ മഴ നിന്നുപോയി, മഴ പെയ്യാതായി. 2000 വർഷം അവിടെ മഴ പെയ്യാതെ ഉണങ്ങിക്കിടന്നു. എന്നാൽ ഇവർ മടങ്ങി വരുന്നതിന് മുമ്പ് ദൈവം മേഘങ്ങളോട് പറയുകയാണ്, എന്റെ ജനം വരാൻ അടുത്തിരിക്കുന്നു, കൊമ്പുകളെ നീട്ടി ഫലം കായ്ക്കണം. ഇസ്രായേലിൽ വീണ്ടും മഴ പെയ്തു. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പ്രാവശ്യം ഞാൻ യെരുശലേമിൽ ചെന്നിറങ്ങി. എന്റെ കൂടെ പലരുമുണ്ട്. യെരുശലേമിലെ കാഴ്ചകൾ കാണാൻ ഞങ്ങൾ പോവുകയാണ്. ഭയങ്കര മഴ. ബസ്സിൽ നിന്നിറങ്ങി ഈ സമയത്തിനുള്ളിൽ ഇത് കണ്ടില്ലെങ്കിൽ കാണാൻ കഴിയില്ല. ആ സമയത്താണ് ആരോ അവിടെ, ബുദ്ധിയുള്ളവരാണല്ലോ, കൊട കൊണ്ടുവന്ന് കൂട്ടി അങ്ങോട്ട് ഇട്ടു. ഞാൻ നോക്കിയപ്പോൾ ഞാനും ഒരു കൊട അങ്ങ് മേടിച്ചു. $10-15 കൊടുത്തൊരു കൊട മേടിച്ചു. നിമിഷത്തിനുള്ളിൽ ഈ കൂട്ടിയിട്ട കൊട കാണാനില്ല, എല്ലാവരും മേടിച്ചോണ്ട് പോയി. കാരണം മഴ പെയ്തു നനയാതിരിക്കാൻ കൊടകൾ മേടിച്ചു. എൻ്റെ കൈകളൊക്കെ മഴയിൽ ഞാൻ പിടിച്ചു. ഇസ്രയേലിൽ പെയ്യുന്ന മഴ എൻ്റെ ദേഹത്ത് വീഴട്ടെ
കാരണം സ്വർഗത്തിലെ ദൈവം പറഞ്ഞു മേഘങ്ങളോട് മഴ പെയ്യാൻ, വീണ്ടും മഴ പെയ്തു. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കൃഷി വിദഗ്ധന്മാരായി അവർ തീർന്നു. ഞാൻ പറയട്ടെ, ലോകത്തിന്റെ നാനാകോണിൽ മരുഭൂമി വളരുമ്പോൾ മരുഭൂമി പച്ചയായി തീരുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് ഇസ്രയേലിന്റെ മണ്ണാണ്. അവര് അവിടെ നിന്ന് ഏതാണ്ട് 1.3 ബില്യൺ ഡോളറിന്റെ 1.3 ബില്യൺ എത്രയാണെന്ന് കണക്കാക്കിക്കോ. 1.3 ബില്യൺ ഡോളറിന്റെ പഴങ്ങളും പൂക്കളും കയറ്റി അയക്കുന്നു. ആ രാജ്യത്തിന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് ലോകത്തിൽ പൂക്കളും പഴങ്ങളും കയറ്റി അയക്കുന്നു. അറബി രാജ്യങ്ങൾ പോലും ആ പഴങ്ങൾ തിന്നുന്നു. അവരറിയുന്നില്ലേ അത് ഇസ്രയേലിൽ വിളയിച്ചതാണെന്ന്. കാരണം അത് ജോർദാനിൽ കൊണ്ടുവന്ന് ജോർദാന്റെ വാലിയിൽ ജോർദാന്റേതായിട്ട് അവർ കയറ്റി അയക്കുകയാണ്. ഞാൻ ഒരു കാര്യം കൂടി ഓർപ്പിക്കാതിരുന്നാൽ ശരിയാകില്ല. യെശയ്യാപ്രവചനം 62 എടുത്തേ. എന്തുകൊണ്ടാണ് യഹൂദൻ മടങ്ങി വന്നപ്പോൾ ഈ ഭൂമി ഫലവത്തായി മാറിയത്? ഇതിനു മുമ്പ് എത്രയോ പേർ അവിടെ പാർത്തു. അന്നൊന്നും എന്താണ് ഈ ഭൂമി ഫലകരമായി തീരാത്തത്? ഇവിടെ ദൈവം ഒരു കാര്യം പറഞ്ഞു. യെശയ്യാപ്രവചനം 62 അധ്യായത്തിന്റെ അതിന്റെ 4-5 വാക്യം നോക്കിയാട്ടെ. വിചിത്രമായ ഒരു കാര്യം. യെസ്, നിന്നെ ഇനി അസൂബ തെക്ത എന്ന് വിളിക്കുകയില്ല, നിന്റെ ദേശത്തെ ശമാമ ശൂന്യം എന്ന് പറയുകയുമില്ല. നിനക്ക് ഹെഫ് സീബ ഇഷ്ട എന്നും നിന്റെ ദേശത്തിന് ബെയൂല വിവാഹസ്ഥ എന്നും പേരാകും. യഹോവയ്ക്ക് നിന്നോട് പ്രിയമുണ്ടല്ലോ, നിന്റെ ദേശത്തിന് വിവാഹം കഴിയും. യൗവനക്കാരൻ കന്യകയെ വിവാഹം ചെയ്യുന്നത് പോലെ നിന്റെ പുത്രന്മാർ നിന്നെ വിവാഹം ചെയ്യും. എന്റെ സഹോദരി സഹോദരന്മാരെ, ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? ദൈവം യഹൂദനോട് പറയുകയാണ്, നിന്റെ ദേശം നേരത്തെ വിളിക്കപ്പെട്ടത് തിക്തയെന്നും ശൂന്യെന്നുമാ. ഫോർസേക്കൻ ആൻഡ് ഡെസലേറ്റ്, മറന്നു കിടന്ന ഉപേക്ഷിക്കപ്പെട്ട ഭൂമി. എന്നാൽ അതിന്റെ പേര് മാറ്റി. ആ പേര് ഹെപ്സീബ എന്നും ബെയൂല എന്നായി. ഹെപ്സീബ എന്ന് പറഞ്ഞാൽ എന്റെ പ്രമോദം, ബെയൂല എന്ന് പറഞ്ഞാൽ വിവാഹസ്ഥ. ആരാരെയാ വിവാഹം കഴിക്കുന്നേ? നിന്റെ യൗവനക്കാർ നിന്നെ വിവാഹം കഴിക്കും. ഇവിടെ കണ്ടോ, യൗവനക്കാരൻ കന്യയെ വിവാഹം ചെയ്യുന്ന പോലെ നിന്റെ പുത്രന്മാർ നിന്റെ ദേശത്തെ വിവാഹം ചെയ്യും. യഹൂദന്മാർ മടങ്ങി വന്നു. ആ ദേശത്തിൽ അവർ കരങ്ങളിട്ടു. അത് പുളകിതമായി ഫലങ്ങൾ കായ്ക്കാൻ തുടങ്ങി. അറബികളും മറ്റ് ദേശക്കാരും തുർക്കികളും ഒക്കെ അവിടെ പാർത്തു. അവരാരും എന്നാ ഒരു പച്ചില അവിടെ കാണാഞ്ഞത്? അവരാരും എന്താ അവിടെ നിന്ന് ഒരു പഴവും കാണാഞ്ഞത്? യഹൂദൻ മടങ്ങി വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഈ ദേശം ഇത്ര ഫലകരമായി മാറുന്നത്? എനിക്ക് മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ല. ഞാൻ പറയട്ടെ, പത്രോസ് പറഞ്ഞ വാക്ക് കണ്ടോ? വിശുദ്ധ പ്രവാചകന്മാർ പറഞ്ഞതൊക്കെ യഥാസ്ഥാനപ്പെടണം. അന്നുവരെ ക്രിസ്തുവിനെ സ്വർഗം കൈക്കൊള്ളും. ഈ യഥാസ്ഥാനം നടക്കുമ്പോൾ അവൻ മടങ്ങി വരും. ഞങ്ങളെ കേൾക്കുന്നവരോട്, നമ്മൾ ബുദ്ധിയുള്ളവരല്ലേ? നമ്മൾ വിവേകമുള്ളവരല്ലേ? മരുഭൂമിയായി കിടന്ന, ശൂന്യമായി കിടന്ന ഭൂമി പ്രവാചകന്മാർ പറഞ്ഞ പോലെ ഫലകരമായി മാറി. അന്യദേശത്ത് ചിതറിക്കിടന്ന യഹൂദന്മാർ സ്വന്തം ദേശത്തിലേക്ക് മടങ്ങി വരുവാൻ ഇടയായി മാറി. ദൈവം പറഞ്ഞ പോലെ അവരെ മടക്കി കൊണ്ടുവന്നു. ആ ദേശം നമ്മൾ കണ്ടു, വലിയ സൈന്യമായി മാറി. അവരെ ശത്രുക്കൾക്ക് നിന്ന് തോൽപ്പിക്കാൻ കഴിയാതെ വണ്ണം വലിയ ഒരു സൈന്യമായി അവർ മാറി. ഇതെല്ലാം പ്രവാചകന്മാർ രേഖപ്പെടുത്തിയ വാക്കുകളാണ്. ഞാൻ പറയട്ടെ, വീണ്ടും എസെക്കിയേൽ 36 35 38 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. അതുകൂടെ വായിച്ചിട്ട് ഞാൻ ആ ഭാഗം വിടാം. എസെക്കിയേൽ 36 അതിന്റെ 35. ശൂന്യമായി കിടന്നിരുന്ന ദേശം ഏദേൻ തോട്ടം പോലെയായി തീർന്നുവല്ലോ. അത് സംഭവിച്ചു കഴിഞ്ഞു. 38 നോക്കിയാട്ടെ. പട്ടണങ്ങൾ വിശുദ്ധമായ ആട്ടിൻകൂട്ടം പോലെ, ഉത്സവങ്ങളിൽ യെരൂശലേമിലെ ആട്ടിൻകൂട്ടം പോലെ തന്നെ മനുഷ്യരാകുന്ന ആട്ടിൻകൂട്ടം കൊണ്ട് നിറയും. ഇവിടെ വായിക്കുന്നുണ്ട്, ഇടിഞ്ഞുകിടന്ന 35 ഇടിഞ്ഞുകിടന്ന പട്ടണങ്ങൾ ഉറപ്പ് നിവാസികളും ഉള്ളവയായി തീരും. മനുഷ്യനില്ല, പിന്നെങ്ങനെ ആ പട്ടണം? എന്നാൽ ആ പട്ടണങ്ങൾ പണിതു. നിങ്ങൾ ഇസ്രയേലിൽ ചെന്നാൽ ലോകത്തിലെ വലിയ പട്ടണങ്ങൾ, ടെലവീവ്, ബർഷീബ, ഹൈഫ, അസ്തോദ്,
യെരുശലേം മുതലായ വലിയ പട്ടണങ്ങൾ അവിടെ പണിതു കഴിഞ്ഞു. നമുക്ക് ചിന്തിക്കാനൊക്കില്ല. ഈ 60 വർഷം കൊണ്ട് അവർ പണിതുയർത്തിയ ആ പട്ടണങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ പട്ടണങ്ങളാണ്. ഞാൻ പറയാറുണ്ട്, ഈ ടെലവീവ് എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ഏതാണ്ട് 300 5 സ്റ്റാർ ഹോട്ടൽ ഉണ്ട് അവിടെ. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കി തരുന്നു, നാം ജീവിക്കുന്നത് ദൈവജനത്തിൽ പറഞ്ഞ പ്രകാരം ഒരു പ്രത്യേക കാലഘട്ടം. സ്വർഗത്തിലെ ദൈവം പറഞ്ഞ പോലെ അവരെ മടക്കിക്കൊണ്ടുവരുന്ന ഒരു കാലം, അവരോട് കരുണ കാണിക്കുന്ന കാലം, അവരുടെ കാര്യങ്ങൾ യഥാസ്ഥാനപ്പെടുത്തുന്ന കാലം. ഈ കാലയളവ് നമ്മൾ ഓർക്കണം. ഇത് കഴിഞ്ഞാൽ ഇനി സംഭവിക്കേണ്ടത് എന്താണെന്നറിയാമോ? ഉൽപ്രാവണം. നമ്മളിവിടെ നിന്ന് മാറ്റപ്പെടണം. അതിനുശേഷം കർത്താവിന്റെ വരവ് നടക്കണം. ഈ കർത്താവിന്റെ 2ാം വരവ് നടക്കണം. നാളെ രാത്രി ഞാനത് ചൂണ്ടിക്കാണിക്കാം. എന്നാൽ അത് സംഭവിക്കുന്നതിന് മുമ്പ് യഹൂദൻ കർത്താവിനെ സ്വീകരിക്കണം. നമുക്ക് നാളെ നോക്കാം. ഇന്നത്തെ യുദ്ധങ്ങൾ അതിനു വേണ്ടിയാണ്. എന്നാൽ സൗരന്മാരോടും പറയട്ടെ, നമ്മൾ നനയ്ക്കാത്ത നാഴികയിൽ ഉൽപ്രാവണം നടക്കും. നാം എവിടെ നിന്ന് മാറ്റപ്പെടും. ഇനി നമുക്ക് ഇതുകൂടെ കാണണമെന്ന് പറയുവാൻ നിവൃത്തിയില്ലാതെ എല്ലാ കാര്യങ്ങളും ഒരുക്കപ്പെട്ടു കഴിഞ്ഞു. ഞാൻ ഓർക്കുന്നു, ഇസ്രയേലിന്റെ ടെമ്പിൾ മൗണ്ട് എന്ന് പറഞ്ഞാൽ ടെമ്പിൾ മൗണ്ടിൽ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ദേവാലയം പണിയാനുള്ള ഒരു സ്ഥാപനമാണ് ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്. എന്നെ ഏറ്റവും ആവേശം കൊള്ളിക്കുന്ന സ്ഥലം അവിടെയാണ്. അവിടെ ഇരുന്ന് എനിക്ക് കരയണമെന്ന് തോന്നിയിട്ടുണ്ട്. ചിലതൊക്കെ കണ്ടപ്പോൾ ലിറ്ററലി കരയണമെന്ന് തോന്നിയിട്ടുണ്ട്. അവിടെ ഞാൻ ആദ്യം സന്ദർശിച്ചപ്പോൾ അവരോട് ചോദിച്ചു, അവരോരോ കാര്യങ്ങളും ഉണ്ടാക്കുകയാണ്. അടുത്ത ദേവാലയത്തിന്റെ പണി നടക്കുവാൻ ഏതാണ്ട് എല്ലാം 95 or 96 ഉപകരണങ്ങൾ വേണ്ടിയതിൽ 2 ഒഴിച്ച് ബാക്കി എല്ലാം അവർ ഉണ്ടാക്കിയെന്ന് പറയും. ഞാൻ അവരോടൊരു ചോദ്യം ചോദിച്ചു, നിങ്ങള് പെട്ടകത്തിന്റെ കാര്യം എന്ത് ചെയ്യും? അന്നവരെന്നോട് പറഞ്ഞു, ദൈവം അതിന്റെ സമയത്ത് അത് വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞു. ഞാൻ എന്നാൽ അവസാനം ഇസ്രായേലിൽ പോകുന്നതിന് മുമ്പ് ചെന്നപ്പോൾ അന്ന് ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരിക്കുമ്പോൾ അവർ പറഞ്ഞ കാര്യം അതാണ് എന്നെ കരയിപ്പിക്കണമെന്ന് തോന്നിയത്. അവര് പറയുകയാണ്, "We know where is the ark." പെട്ടകം ഞങ്ങൾ കണ്ടുപിടിച്ചു. എവിടെയാണെന്ന് ഞങ്ങൾക്കറിയാം. എനിക്കതിൻ്റെ ആവേശം പറയാൻ നിവൃത്തിയില്ല. ഇസ്രായേലിന്റെ ദേവാലയത്തിരുന്ന പെട്ടകം എവിടെയാണെന്ന് അവർ കണ്ടുപിടിച്ചു കഴിഞ്ഞു. സൗരന്മാരെ, ഞാൻ അവിടെ തൊട്ട് കഴിഞ്ഞാൽ വേറൊരു പ്രസംഗമായി പോകും. ഈ ദേവാലയത്തിന്റെ പണി സഭ മാറ്റപ്പെട്ട ശേഷമേ നടക്കുകയുള്ളൂ. എന്നാൽ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മൾ എത്രയധികം ഈ കാലയളവിനെ വിലയിരുത്തണം. ദൈവം പറഞ്ഞ വാക്കുകൾ അനുസരിച്ച് ആ കാലം വരും എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, കർത്താവ് മടങ്ങി വരണം. ഞാൻ ഓർപ്പിക്കട്ടെ, അവൻ 1ാമത് ഭൂമിയിൽ വന്നു. 1ാമത് വന്നപ്പോൾ 300 പ്രവചനമെങ്കിലും നിവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. യേശുക്രിസ്തു 1ാമത് വന്നപ്പോൾ 300 പ്രവചനമെങ്കിലും നിവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അത്ഭുതകരമായി. ഉദാഹരണമായിട്ട് മീഖാ പ്രവചനം എടുക്കാതെ ഞാൻ പറയട്ടെ, അവൻ ബേത്ലഹേമിൽ ജനിക്കണം. മറിയ പൂർണ്ണ ഗർഭിണിയാണ്. നസറേത്തിലാണപ്പോഴും. നസറേത്തിൽ നിന്ന് 60 മൈൽ ദൂരെയാണ് ഈ ബേത്ലഹേം എന്ന് പറയുന്ന സ്ഥലം. ഇവള് പ്രസവിക്കാറായിരിക്കുകയാണ്. എങ്ങനെ ഈ തിരുവചനം നിവർത്തിച്ച് ബേത്ലഹേമിൽ ജനിക്കും? അപ്പോഴാണ് അഗസ്തോസ് കൈസറുടെ കൽപ്പന. ആ കൽപ്പന പ്രകാരം പേർവഴി ചാർത്തുവാൻ, സെൻസസ് എടുക്കാൻ കഴുതപ്പുറത്ത് യോസേഫുമായിട്ട് യാത്രയായി. ഈ ദൂരം യാത്ര ചെയ്ത് അവിടെ ചെന്നപ്പോൾ അവൾക്ക് പ്രസവവേദനയായി. എവിടെ പ്രസവിച്ചെന്നറിയില്ല. പക്ഷെ ഒരു കാര്യം, ബേത്ലഹേമിൽ ദൈവപുത്രന് ജന്മം കൊടുത്തു. 300 പ്രവചനങ്ങൾ അവന്റെ 1ാം വരവിനുള്ള ബന്ധത്തിൽ നിവർത്തിക്കപ്പെട്ടു. അവന്റെ 2ാം വരവിൽ നോക്കിയാട്ടെ, കണ്ണു തുറന്നു നോക്കിയാട്ടെ, നമ്മുടെ ചുറ്റുപാടും രാഷ്ട്രീയ ഗോളത്തിൽ ഇസ്രായേലിന് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ ഒന്നൊന്നായി പ്രവചനം നിവർത്തിക്കപ്പെടുകയാണ്. സൗൻമാരെ, എബ്രായലേഖനം നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ അവിടെ നിന്ന് കർത്താവിന്റെ 1ാം വരവിൻ 2ാം വരവിനെ കുറിച്ച് ചില കാര്യങ്ങൾ മാത്രം ഓർപ്പിച്ച് ഞാൻ പ്രസംഗം നിർത്തിക്കൊള്ളാം. അവിടെ
നമ്മൾ അതിന്റെ 9-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. 26-ാം വാക്യം. അങ്ങനെയായ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. യേശുക്രിസ്തുവിന്റെ 2 പ്രത്യക്ഷത ഇവിടെ പറയുന്നു. അവൻ രണ്ടാമത് വരും. ആർക്കു വേണ്ടി? തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. ഒരു കൂട്ടം പാവപ്പെട്ട ദൈവനോടെ ഉണ്ട്. തന്നെ ഓർത്ത് നമ്മൾ കണ്ടു. ഇപ്പോൾ ആ പാട്ടുകളൊക്കെ പാടി, ആ പാട്ടുപാടി ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ഒരു കൂട്ടം പാവപ്പെട്ട ജനങ്ങളുണ്ട്. അവരുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ രണ്ടാമത് വരും. അത് തീർച്ചയാണ്. ആ വരവിന്റെ കാലം അടുത്തു കഴിഞ്ഞു. എന്നാൽ അവൻ ഒന്നാമത് വന്നു എന്നത് ചരിത്ര സംഭവമാണ്. എന്തിനാണ് അവൻ ഒന്നാമത് വന്നത്? ഇവിടെ നമ്മൾ വായിക്കുന്നു, സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. സഹോദരന്മാരെ, അവൻ ഈ ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടു. 30 വർഷം എങ്ങനെ ജീവിച്ചെന്നറിയില്ല. ഏതാണ്ട് 30 വയസ്സിൽ അവൻ പരസ്യ ശുശ്രൂഷക്കിറങ്ങിയ സമയം സ്നാപയോഹന്നാൻ അവനെ കണ്ടു. എന്താ അവനെ കണ്ടിട്ട് പറഞ്ഞത്? 1-ാം അധ്യായത്തിൽ വായിക്കുന്ന, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അത് ഇംഗ്ലീഷിൽ വായിച്ചാൽ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്നാണ്. ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എങ്ങനെയാണ് അവൻ പാപം ചുമന്നത്? മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി അവൻ ഈ ലോകത്തിൽ വന്നപ്പോൾ, എന്റെ പാപം, നിങ്ങളുടെ പാപം, ലോകത്തിന്റെ പാപം നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു. യഹോവ നമ്മുടെ എല്ലാവരുടെയും പാപം അവന്റെ മേൽ ചുമത്തി. പത്രോസ് രേഖപ്പെടുത്തി, അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി. അവൻ പാപം ചെയ്തിട്ടില്ല. അവനെ ന്യായം വിധിച്ചപ്പോൾ പീലാത്തോസ് വെള്ളമെടുത്ത് കൈ കഴുകി പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അവന് പാപം ചെയ്തിട്ടില്ല. എന്നാൽ ഇവിടെ വായിക്കുന്നു, അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ അവൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. അനേകരുടെ പാപങ്ങളെ ചുമപ്പാനാണ് അർപ്പിക്കപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, ഒരു വാക്യം യെശയ്യാവ് 53:12 നമുക്കൊന്ന് വായിക്കാം. യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോട് കൂടെ ഓഹരി കൊടുക്കും, ബലവാന്മാരോട് കൂടെ അവൻ കൊള്ള പങ്കിടും. അവൻ തന്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്കും വേണ്ടി ഇടനിന്നും കൊണ്ട് അതിക്രമക്കാരോട് കൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ, അനേകരുടെ പാപം വഹിച്ച്, ഇവിടെ വായിക്കുന്നു, അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നും കൊണ്ട്. പ്രവചനങ്ങളിൽ അതിപ്രാധാന്യത അർഹിക്കുന്നതാണ് ദാനിയേലിന്റെ പ്രവചനം 9-ാം അധ്യായം. പ്രവചനത്തിന്റെ നട്ടെല്ലെന്ന് പറയുന്നത്, ബാക്ക് ബോൺ ഓഫ് പ്രൊഫസി എന്ന് പറയുന്നത് ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായമാണ്. അവിടെ ക്രിസ്തു എന്നും മരിക്കുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു നിമിഷം ഞാൻ അവിടെ ഒന്ന് എടുത്തോട്ടെ. അവിടെ ഒരു കണക്ക് പറയുന്നുണ്ട്. അത് അത്ഭുതകരമായ ഒരു കണക്കാണ്. ആ കണക്കിലേക്കല്ല ഞാൻ പോകുന്നത്. എന്നാൽ അവിടെ പറഞ്ഞ ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാനാണ്. നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം നോക്കുക. ഇവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, 26-ാം വാക്യം. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവൻ ആരുമില്ലെന്ന് വരും. യെസ്, അവൻ ആരും ഇല്ലെന്ന് വരും. നമ്മള് ഇംഗ്ലീഷ് ബൈബിളിൽ വായിച്ചാൽ, he shall be cut off but not for himself. അവൻ ഛേദിക്കപ്പെടും, പക്ഷെ അവന് വേണ്ടി അല്ല. ഇവിടെ പറഞ്ഞ കൃത്യസമയത്ത്
യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുകയാണ്. ആ മരണം നമ്മൾ എബ്രായലേഖനത്തിൽ വായിക്കുകയായിരുന്നു. അനേകരുടെ പാപം വഹിച്ചുകൊണ്ട് അവൻ ക്രൂശിൽ മരിക്കുകയാണ്. പാനപാത്രം എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് അനേകരുടെ പാപങ്ങളെ മോചിക്കുന്ന എന്റെ നിയമത്തിന്റെ രക്തം, മനുഷ്യവർഗത്തിന്റെ പാപം. റോമാലേഖനം നമ്മളെ പഠിപ്പിക്കുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. നന്മ ചെയ്യുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല. ഭക്തനെന്നോ അഭക്തനെന്നോ വ്യത്യാസമില്ല. ദൈവത്തിന്റെ കൺമുമ്പിൽ നമ്മൾ ഓർക്കണം, ദൈവം പാപം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനാണ്, അതിപരിശുദ്ധനാണ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. അവന്റെ കൺമുമ്പിൽ മാനവരാശി എല്ലാം പാപികളാണ്. ആ പാപികൾ അവന്റെ മുന്നിൽ നിൽപ്പാൻ അവർക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് ആദമെന്ന് വിളിച്ചപ്പോൾ ഒളിച്ചോടിയത്, വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചിരുന്നത്. പാപത്തിന്റെ ഫലമാണ് കുറ്റബോധം. ദൈവത്തിന്റെ അടുക്കൽ വരാൻ നിവൃത്തിയില്ല. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ദൈവത്തിന് അറിയാം, ഒരു മനുഷ്യനും ദൈവസന്നിധി നിൽപ്പാൻ പ്രാപ്തനല്ല, ഒരു മനുഷ്യനും നീതിമാനല്ല. പാപത്തിന് ഏറ്റക്കുറച്ചിലുണ്ടായിരിക്കാം, എന്നാൽ തിരുവചനം വ്യക്തമായി രേഖപ്പെടുത്തി, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. നിങ്ങൾ പാപികളാണ്, ഞാൻ പാപികളാണ്. ഒരു മനുഷ്യൻ പോലും ഈ ലോകത്തിൽ വിശുദ്ധനെന്ന് പറയുവാനില്ലാതെ വണ്ണം അശുദ്ധരായി തീർന്നു. ദൈവം സ്നേഹവാനാണ്. ആ സ്നേഹമുള്ള ദൈവം മനുഷ്യനെ നശിപ്പിച്ചു കളയാതെ അവന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. നമ്മൾ ബൈബിളിൽ വായിക്കുന്നു, അവന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിന് ഒത്തവണ്ണം അവനെ ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവിന്റെ ക്രൂശുമരണം അവിചാരിതമല്ല, ദൈവത്തിന്റെ സ്ഥിരനിർണയത്തിലും മുന്നറിവിന് ഒത്തവണ്ണം അവനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. സകല മാനവരാശിയുടെയും പാപം അവന്റെ മേൽ ചുമത്തി, ആ പാപത്തെ ചുമന്നുകൊണ്ട് അവൻ കാൽവറി ക്രൂശിൽ കയറി പാപത്തിന്റെ പരിഹാരമായി ക്രൂശിൽ അവൻ മരിക്കുന്നു. തിരുവചനത്തിൽ വായിക്കുന്നു, പാപത്തിന്റെ ശമ്പളം മരണമാണ്, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. സൗന്മാരെ, ആ മരണം നിത്യമരണമാണ്. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി നമ്മുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമുക്ക് പകരക്കാരനായി ക്രൂശിൽ അവൻ നമുക്ക് വേണ്ടി മരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ അവൻ വരികയായിരുന്നു. എന്റെ പാപങ്ങൾ അവന്റെ മേൽ ചുമത്തിയത് സ്വർഗത്തിലെ ദൈവമാണ്. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ആ പാപത്തിന്റെ പരിഹാരം ക്രൂശിൽ വരുത്തി. പ്രിയപ്പെട്ട കേൾവിക്കാരോട് ഞാൻ പറയട്ടെ, പാപത്തിന് അങ്ങനെ പരിഹാരം വരുത്തിയെങ്കിൽ, എനിക്കത് അനുവർത്ഥമായി തീരണമെങ്കിൽ ഞാനത് സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. തിരുവചനത്തിൽ വായിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. നമ്മളൊക്കെ പറഞ്ഞേക്കാം, ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചവരെല്ലാം പറഞ്ഞേക്കാം, ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതറിവാണ്. അറിവ് രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെടണമെങ്കിൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. കർത്താവേ, ഞാനൊരു പാപിയാണ്. കർത്താവേ, ഞാൻ അരുതാത്തത് ചെയ്തു. നിന്റെ മുമ്പിൽ ഞാൻ അശുദ്ധനാണ്. എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് ക്രൂശിൽ നീ മരിച്ചു. എന്റെ പാപങ്ങൾ നിന്റെ മേൽ ചുമത്തി. നീ പാപത്തിന്റെ പരിഹാരമായി ക്രൂശിൽ മരിക്കുമ്പോൾ എന്റെ രക്ഷ ഒരുക്കി തരികയായിരുന്നു. ഇന്ന് രാത്രിയിൽ ഞാനത് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. ഞാൻ ഒരു വാക്യം കൂടെ വായിച്ച് നിർത്തിക്കൊള്ളാം. റോമലേഖനം ഒന്നെടുത്താട്ടെ. എന്റെ മനസ്സിൽ ആ വാക്യം ഓടി വന്നത് കൊണ്ട് ഞാൻ അത് വായിക്കുകയാണ്. ദൈവം പറയുന്ന ഒരു വാക്കാണ്. റോമലേഖനം 10-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം ഇസ്രായേലിനെ കുറിച്ചോ. ഇത് യെശയ്യാ 65 നിന്ന് 2-ാം വാക്യത്തിൽ നിന്നെടുത്ത് കോട്ട് ചെയ്തതാണ്. ഇവിടെ എങ്ങനെ രക്ഷിക്കപ്പെടണമെന്ന്
പറയുകയാണ് 9-ാം വാക്യത്തിൽ, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റു പറയുകയും ദൈവനെ മരിച്ചെന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുന്നു, വായ്കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റു പറയുന്നു. എന്നിട്ട് 21-ാം വാക്യം, ഇസ്രായേലിനെ കുറിച്ചോ അനുസരിക്കാത്തതും മറുത്തു പറയുന്നതുമായ ജനത്തിങ്കിലേക്ക് ഞാൻ ഇടവിടാതെ കൈനീട്ടി. ഞാൻ ആ വാക്യം ഇംഗ്ലീഷിൽ വായിച്ചിട്ട് എന്നോട് തന്നെ എന്റെ ഹൃദയത്തെ തൊട്ട ഒരു വാക്യമാണ്. ഇംഗ്ലീഷിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: All day long I have stretched my hand. All day long I have stretched forth my hand to a gainsaying and disobedient people. അനുസരിക്കാത്ത, മറുത്തു നിൽക്കുന്ന ജനത്തിങ്കിലേക്ക് ഞാൻ ഇടപെടാതെ കൈനീട്ടി. ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്തട്ടെ. ഒരു മാന്യനായ മനുഷ്യൻ എൻ്റെ അടുക്കൽ വന്നു. ഹലോ, ഷേക്ക് ഹാൻഡ് എന്ന് പറഞ്ഞ് എന്റെ നേരെ കൈ നീട്ടുകയാണ്. ഞാൻ കൈ കൊടുക്കത്തില്ല. എന്റെ നേരെ നീട്ടിയ കരം ആ മനുഷ്യൻ ഇങ്ങനെ നീട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുമോ? അദ്ദേഹം അത് പിൻവലിക്കും അല്പം കഴിയുമ്പോൾ. സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, മറുത്ത് പറയുന്ന ജനത്തിങ്കിലേക്ക് all day long I have stretched forth my hand. എന്റെ കരം ഞാൻ പിൻവലിച്ചില്ല, എന്റെ കരം ഞാൻ നീട്ടിപ്പിടിച്ചു. എന്തിനു വേണ്ടി? എന്നോട് ഒന്ന് നിരപ്പ് പ്രാപിപ്പാൻ, ഞാൻ ഒരിക്കൽ രക്ഷ കരസ്ഥമാക്കാൻ, അനുഗ്രഹം അവരുടെ മേൽ പകരുവാൻ, എന്റെ കരത്തെ ഒന്ന് തൊടുവാൻ വേണ്ടി ആ കരങ്ങൾ ഞാൻ നീട്ടിപ്പിടിച്ചു. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ദൈവം നിങ്ങളുടെ അടുക്കലുണ്ട്. നിങ്ങൾക്ക് വേണ്ടി രക്ഷ ഒരുക്കിയത് ദൈവമാണ്. അവൻ ഭൂമിയിൽ വന്നത് പാപത്തിന് പരിഹാരം വരുത്തുവാൻ. കാൽവറി ക്രൂശിൽ നിങ്ങളുടെ പാപങ്ങൾ, എന്റെ പാപങ്ങൾ ചുമന്നുകൊണ്ട് അവൻ കയറി ആ പാപത്തിന് പരിഹാരം വരുത്തി. അവൻ ആ രക്ഷ നിങ്ങൾക്ക് സൗജന്യമായി തരാൻ ആഗ്രഹിച്ചുകൊണ്ട് അവന്റെ സ്നേഹത്തിന്റെ കരം നിങ്ങളുടെ നേരെ നീട്ടിപ്പിടിക്കുമ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് അവഗണിച്ചു കളയാം, അല്ലെങ്കിൽ കർത്താവേ ഞാൻ നിന്നെ ആലിംഗനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ആ കരങ്ങൾ പിടിച്ച് അവനോട് ബന്ധമുള്ളവരായി മാറാം. ഞാൻ 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഞാൻ കർത്താവിന് ആലിംഗനം ചെയ്ത ദിവസം എൻ്റെ ജീവിതം മാറ്റിമറിച്ചു. എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റി. സന്തോഷവും ആനന്ദവും കൊണ്ട് എന്നെ നിറച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ ശൂന്യത മാറും. നിങ്ങളുടെ ജീവിതത്തിന്റെ സകല കൽമിഷവും മാറും. നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും തരും. നിങ്ങൾക്കൊരു പ്രത്യാശ കൊണ്ട് നിങ്ങളെ നിറയ്ക്കും. നിങ്ങളാകെ ചെയ്യേണ്ടത് ഈ കർത്താവിന്റെ അടുക്കലോട്ട് വരിക. നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച കർത്താവിനെ നിങ്ങൾ ഹൃദയം തുറന്ന് സ്വീകരിക്കുക. ആ കർത്താവിനെ ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ നിങ്ങളൊരു ദൈവ പൈതലായി മാറും, സ്വർഗത്തിന് അവകാശിയാകും. ഈ രാത്രിയിൽ നിങ്ങളതിന് സമ്മതമാണെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങളെ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണടച്ചാട്ടെ. നമ്മൾ കണ്ടു, നമ്മുടെ കർത്താവ് വേഗം വരാൻ പോവുകയാണ്. തനിക്കായി കാത്തു നിൽക്കുന്നവരെ ചേർക്കാൻ, അവരെ രക്ഷിപ്പാൻ അവൻ വേഗം വരാൻ പോവുകയാണ്. എന്നാൽ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ടാണ് അവൻ വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ കേൾക്കുന്നവരോട് പറയട്ടെ, ഏത് സമയത്തും കർത്താവ് വന്ന് നമ്മളെ അവന്റെ അടുക്കൽ ചേർക്കാം. എന്നാൽ അവൻ ഭൂമിയിലേക്ക് അയച്ചത്, പിതാവായ ദൈവം ലോകത്തിലേക്ക് അയച്ചത് പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ. നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തി കഴിഞ്ഞു. ഇനി നിങ്ങൾ ഒന്നും ചെയ്യണ്ട. നിങ്ങളാകെ ചെയ്യേണ്ടത് നിങ്ങളുടെ നേരെ നീട്ടിപ്പിടിച്ച കരം, നിങ്ങളുടെ കരങ്ങൾ നീട്ടി സ്വീകരിച്ച്, കർത്താവെ നിന്നെ ഞാൻ സ്വീകരിക്കുന്നു. ഹൃദയം തുറന്ന്, കർത്താവെ ഇന്ന് രാത്രി ഞാൻ നിന്നെ സ്വീകരിക്കുന്നു. ഈ കാലം അതിന്റെ അന്ത്യത്തിലെത്തിയ സമയത്ത് ഈ കർത്താവിനെ സ്വീകരിപ്പാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവ്, എന്റെ രക്ഷയെക്കുറിച്ച് എനിക്ക് ഉറപ്പില്ല. ഞാനൊരു ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടതായ, എന്നാൽ ഇന്ന് രാത്രിയിൽ എന്റെ പാപത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ച കർത്താവിനെ ഞാൻ വിശ്വസിക്കുന്നു, സ്വീകരിക്കുന്നു. എന്റെ ഹൃദയം നിനക്ക് വേണ്ടി തുറന്നു കരുതും. എന്നെ രക്ഷിക്കണം.
ആര് പറയും? നിങ്ങളെ ആര് പ്രാർത്ഥിക്കും? നിങ്ങളെങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ നിങ്ങളൊരു ദൈവൈതലായി മാറിക്കഴിഞ്ഞു. നിങ്ങളുടെ ഉറപ്പിനായി മാത്രം ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിങ്ങളെങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കർത്താവേ ഞാൻ നിന്നെ സ്വീകരിക്കുന്നു എന്നതിൻ്റെ അടയാളമായി സ്വർഗം നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ആ വലത്തെ കരമൊന്ന് ഉയർത്തി കാണിക്കുമോ? ആരുണ്ട്? ആ വലത്തെ കരമൊന്ന് ഉയർത്തി കാണിക്കുക. യെസ്, ലജ്ജിക്കാതെ, എന്റെ കർത്താവ് ഇന്ന് രാത്രി നിന്നെ ഞാൻ സ്വീകരിക്കുന്നു. നിങ്ങളെ വലത്തെ കരം നിങ്ങളുടെ തീരുമാനത്തിന്റെ അടയാളമായി. നിങ്ങള് ആരുമായിക്കൊള്ളട്ടെ, സഹോദരനോ സഹോദരിയോ ബാലനോ ബാലികയോ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങൾ കർത്താവിനെ ഇന്ന് രാത്രി സ്വീകരിച്ചെങ്കിൽ ആ വലത്തെ കരമൊന്ന് ഉയർത്തിയിട്ട് താഴ്ത്തിയിടാം. കർത്താവ് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. അവൻ ലജ്ജ സഹിപ്പാൻ സന്നദ്ധനായിരുന്നു. ഈ രാത്രി നിങ്ങൾക്ക് നസറേന്റെ പിന്നാലെ വരുമ്പോൾ ലജ്ജയോ അപമാനമോ എന്തുമായിക്കൊള്ളട്ടെ, കർത്താവെ ഞാൻ നിന്നെ സ്വീകരിക്കുന്നു എന്ന് പറയുവാൻ നിങ്ങൾ സന്നദ്ധരാണെങ്കിൽ നിങ്ങളുടെ വലങ്കരം ഒന്ന് ഉയർത്തി കാണിക്കാം. മടി കാണിക്കരുത്. നിങ്ങളുടെ നിത്യജീവനുള്ള ബന്ധത്തിലാണിത്. ഒരുപക്ഷെ വന്നവരേറിയ പങ്ക് രക്ഷിക്കപ്പെട്ടവരായിരിക്കാം. പക്ഷേ നിങ്ങൾക്കൊരവസരം തരികയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ താഴ്ത്തിയിടാം. അവന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം സമൃദ്ധിയായിട്ട് നമുക്ക് ലഭിക്കുവാനായിട്ടിടയായി തീർന്നു. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. കർത്താവ് ഒന്നാമത് വന്നതിന്റെ ലക്ഷ്യം പറഞ്ഞു. കർത്തദാസനത് ഓർപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കുന്ന ഈ നാളിൽ കർത്താവിന്റെ വരവെങ്കിൽ അവനോട് കൂടെ എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലായിരിക്കുമോ വിടപ്പെടുന്നവരുടെ കൂട്ടത്തിലായിരിക്കുമോ? നമുക്ക് സ്വയം പരിശോധിക്കാം. എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ആയിരിക്കാനായിട്ട് വലിയവനായ ദൈവം നിങ്ങളേവരെയും സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. പണം പറഞ്ഞ കർത്തദാസനോടുള്ള നന്ദിയും ഇത്തരത്തിൽ അറിയിക്കുന്നു. നാളത്തെ ശുശ്രൂഷകളെ കുറിച്ച് ഇന്ന് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ പ്രാവശ്യത്തെ കൺവെൻഷന്റെ 3-ാം ദിനമാണ് നാളെയും കൃത്യം 6:30 തന്നെ ഗാനശുശ്രൂഷ ആരംഭിക്കുന്നതാണ്. നേരത്തെ കടന്നു വന്ന് ആ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെയും എല്ലാവരും പങ്കെടുക്കണം എന്ന് ഓർപ്പിക്കുന്നു. മാത്രമല്ല, നാളെ വചനം ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ഉലയരിദാസൻ ജോൺ പി തോമസ് ആയിരിക്കും. പ്രിയപ്പെട്ടവനെയും നമ്മുടെ പ്രാർത്ഥനയുടെ കരങ്ങളിൽ വഹിക്കാം. തന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആ സന്ദേശം കൃത്യമായി പറയേണ്ടതിന് ശരീരത്തിലും ആത്മാവിലും എല്ലാ ബലവും ലഭിക്കേണ്ടതിന് പ്രിയപ്പെട്ടവനെയും ഓർത്ത് പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യവും ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ നാളെ കർത്തൃദിവസമാണ്. ദൈവജനം ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കൂടി വരുന്ന ദിനം. മണ്ണൂര് സെന്റ് ജോർജ് പബ്ലിക് സ്കൂളിന് മുൻവശത്തുള്ള സഭാ-ഹാളിൽ രാവിലെ 10 മണിക്ക് പുതിയ നിയമപ്രകാരം ഉള്ള ക്രിസ്തീയ ആരാധന ഉണ്ടായിരിക്കും. അതിലേക്ക് നിങ്ങൾ ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കടന്നു വരൂ, നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം, ദൈവവചനം കേൾക്കാം. നാളെ അവിടെയും ദൈവനെ ശുശ്രൂഷിക്കുന്ന കർത്തദാസൻ തന്നെയായിരിക്കും. നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. മറ്റൊരു കാര്യം കൂടി ഓർപ്പിക്കുവാനായിട്ടുണ്ട്. ഇതിന്റെ പുറകിൽ ഒരു ബുക്ക് സ്റ്റാൾ പ്രവർത്തിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞതിന് ശേഷം നാം പിരിഞ്ഞു പോകുന്നതിന് മുൻപായിട്ട് ആ ബുക്ക് സ്റ്റാൾ ഒന്ന് സന്ദർശിക്കുകയാണെങ്കിൽ നല്ലതാണ്. ആ പ്രിയപ്പെട്ടവർക്ക് അതൊരു പ്രോത്സാഹനവും നമുക്ക് വിലപ്പെട്ട സന്ദേശം അവിടെ നിന്ന് ലഭിക്കുവാനായിട്ട്, സന്ദേശങ്ങൾ അടങ്ങിയ പുസ്തകം ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. വിവിധ തരത്തിലുള്ള ബൈബിൾ, അതുപോലെ അനുഗ്രഹീതരായ ദൈവദാസന്മാരാൽ രചിതമായ
ഈടുറ്റ ഗ്രന്ഥങ്ങൾ അവിടെ ഉണ്ട്. അത് വാങ്ങി പ്രയോജനപ്പെടുത്തണം എന്ന് ഓർപ്പിക്കുന്നു. അതുപോലെ മറ്റൊരു കാര്യവും കൂടി ആ ബന്ധത്തിൽ ഓർപ്പിക്കുകയാണ്. മണ്ണൂർ രാമമംഗല സഭകൾ ചേർന്ന് പല പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. കോവിഡിന് ശേഷം പ്രസിദ്ധീകരിച്ച 6 പുസ്തകങ്ങളുടെ ഒരു സെറ്റ് ആ ബുക്ക് സ്റ്റാളിൽ ഉണ്ട്. ഈ 6 പുസ്തകങ്ങൾക്ക് കൂടി 250 രൂപയാണ് വില ഇട്ടിട്ടുള്ളൂ. വളരെ ഈടുറ്റ പഠന വിഷയങ്ങൾ ആണ് ആ പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്നത്. ഇന്നൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുവാനായിട്ട് പബ്ലിഷ് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. ആ പുസ്തകവും സഭകളുടെ ക്രിസ്തു എന്ന ആ തലക്കെട്ടിൽ അങ്ങനെ ഒരു പുസ്തകം ഇന്ന് പബ്ലിഷ് ചെയ്തു. ആ പുസ്തകവും ഈ സെറ്റിൽ അടങ്ങിയിട്ടുണ്ട്. ഇതും വാങ്ങി പ്രയോജനപ്പെടുത്തണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. നമുക്ക് ലഭിച്ച എല്ലാ അനുകൂല സാഹചര്യങ്ങളെ ഓർത്തും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇപ്പോൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നാം ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കർത്താവിന്റെ വിലയേറിയ ദാസൻ, മണ്ണൂർ സഭയിലെ മൂപ്പന്മാരിൽ ഒരാളായിരിക്കുന്ന കർത്തൃദാസൻ TK പൗലോസ് മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നതായിരിക്കും. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവം അനുവദിച്ചാൽ നാളെയും കടന്നു വന്ന് ദൈവവചനം കേൾക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അവന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.